അപായപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടോ? എനിക്കാ അല്ല, ഇതിലൂടെയൊക്കെ അപായപ്പെടുത്താൻ കഴിയുമോ? അതൊന്നും കഴിയില്ല ആർക്കും. ഇവിടെ ഈ ഓഫീസിലും അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ കമാന്ന് മിണ്ടരുത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറി ആക്രമിക്കുന്നതിന് ഗൂഢാലോചന നടത്തിയ ആൾക്കാരാണ്. ഒരു കൂടോത്തര പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു KPCC. കേരള കൂടോത്തര പാർട്ടി പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് വൃത്തികേടാണ് നമ്മൾ കേൾക്കുന്നത്. ആ കൂടോത്തരത്തെ പറ്റിയിട്ട് അന്വേഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മൊത്തം കൂടോത്രമാണ്. KPCC അധ്യക്ഷന്റെ വീട്ടിലും ഓഫീസിലും ഡൽഹിയിലെ ഓഫീസിലും കൂടോത്രം, ചെമ്പ് തകിടുകൾ, രൂപങ്ങൾ, വെള്ളക്കല്ലോ എന്തൊക്കെയോ. ഏതോ മണ്ടന കൂടോത്രപ്പണി ചെയ്തു എന്നതല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സാരഥി അത് വിശ്വസിക്കുന്നത് കുറച്ച് ഗൗരവതരമാണ്. മാത്രമല്ല അത് കണ്ടെത്താൻ ഒരു ഉച്ചാടകന്റെ റോളിലെത്തുന്നുണ്ട് മറ്റൊരു MP രാജ്മോഹൻ ഉണ്ണിത്താൻ. 1.5 വർഷം മുൻപുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ആരുടെ കൂടോത്രം എന്ന ചോദ്യം വേറെയുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയത്തിന് തൊട്ടു പിന്നാലെ കൂടോത്രക്കയത്തിൽ നാണക്കേടിലാവുന്നു കോൺഗ്രസ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് ടൈമിലേക്ക് സ്വാഗതം. ഫോട്ടോ എടുത്ത വീഡിയോ ആണ്. തെയ്യമാണ്, തെയ്യം. ഗുളികന്റെ രൂപങ്ങളുണ്ടല്ലോ. പിന്നെ രണ്ട് കാല് പറയണ്ട, ഒന്നൊന്നും അല്ല. പിന്നെ ടെൻഷൻ വരിക, വെപ്രാളം ഉണ്ടാകുക, അതൊക്കെ ഹൃദയത്തിന്റെ അഡ്വക്കേറ്റ് KL കുമാർ, ശ്രീകുമാർ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ഹരി പത്തനാപുരം എന്നിവർ ചർച്ചയിൽ ചേരുകയാണ്. ആദ്യം ഞാൻ ശ്രീ ഹരി പത്തനാപുരത്തിലേക്ക് പോകുന്നു. ശ്രീ ഹരി പത്തനാപുരം, ഇന്നിപ്പോൾ ഇതിവിടെ ചർച്ച ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ KPCC അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലീഡർ, അദ്ദേഹത്തെ നശിപ്പിക്കാൻ ആരോ കൂടോത്രം ചെയ്യുന്നു. ഏതാണ്ട് പല രൂപങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. അതിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അപ്പോൾ അതിന് മറുക്രിയ ചെയ്തു എന്നൊക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാവപ്പെട്ട സാധാരണ മനുഷ്യർ ഒക്കെ പേടിയിൽ ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നാലോചിക്കുന്നത് അല്ലാതെ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കേണ്ട നേതാക്കൾ വരെ അത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെന്തോ നവോത്ഥാന കേരളം എന്നൊക്കെയാണ് പറയാറ്. ശ്രീ ഹരി പത്തനാപുരം. ശരിക്കും ബഹുമാനനായ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ശരിക്കും അദ്ദേഹത്തെ ഇതാരോ ഇത്തരത്തില് തെറ്റിദ്ധരിപ്പിച്ച് വിശ്വസിക്കുകയും അവിടെ നിന്ന് ഇത്തരം സാധനങ്ങൾ എടുക്കുമ്പം സോവയുടെ ഹാഷ്മി ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അത് ഭയങ്കര വെപ്രാളം ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കിയത് വാർത്തകളിൽ നിന്ന് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇതാണെന്ന് പറയും. ഇത് കണ്ടെടുക്കുമ്പോൾ വീണ്ടും ആരോഗ്യ പ്രശ്നം കൂടും. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തെ അബ്നോർമലായിട്ട് എന്തോ ഒരു കാര്യം എവിടുന്നോ ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായ സംഘർഷം, അതാണ് ശ്രീ സുധാകരൻ അദ്ദേഹത്തെയും ബാധിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ശ്രീ സുധാകരൻ സാർ ഇതിൽ ചെയ്യേണ്ടത് അദ്ദേഹം തന്നെ ഒരു പരാതി കൊടുക്കണം, ഇത് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ശരിക്കും ഇത് എടുത്ത ആളിനെ പിടിക്കുകയും ഇതെങ്ങനെയാണ് എടുത്തത് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്യും. ശരിക്കും അദ്ദേഹം കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത് ശരിക്കും വേണമെങ്കിൽ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇപ്പൊ ഇത്രയും സുരക്ഷ ഉള്ളിടത്തുനിന്ന് ഞാൻ വേണേൽ കൂടുപാത്രം എടുത്തു തരാം. പക്ഷെ എനിക്ക് അതിൽ രണ്ടുപേരുടെ സഹായം കൂടി വേണ്ടി വരും. ഒന്നുകിൽ മുതുകാടിന്റെയോ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു ഫാസിൽ ബഷീർ ഉണ്ട്. കാരണം ഇതൊരു കൈയടക്കമാണ്, ഒരു മാജിക് ആണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് തെരഞ്ഞെടുപ്പിന് എത്രയാണ് റിസൾട്ട് കിട്ടുന്നത് എന്ന് പ്രവചിച്ച് ലോക്കറിലൊക്കെ അടച്ചു വെച്ചിട്ട് പിന്നീട് അത് എടുത്തിട്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് മുൻപ് എഴുതി വെക്കുന്ന സംഖ്യയല്ല, ശരിക്കും ആ സമയത്ത് നടത്തുന്ന ഒരു കൈയടക്കമാണ്. അപ്പൊ ഒരു മജീഷ്യന് കൃത്യമായി കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ബഹുമാന്യനായ സുധാകരൻ സാറിന്റെ വീട്ടിൽ കാണിച്ചത്. അദ്ദേഹത്തെ മാനസികമായി തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. അത് എന്തുകൊണ്ട് മാനസികമായി തകർക്കും? അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അപ്പൊ വിശ്വാസി ആകരുത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു വിശ്വാസിയായിട്ട് ജനിച്ചു വളർന്ന ആളാണ്. ഇത് എന്താണ് വൺസ് ഇൻ എ വൈൽ എന്ന് പറയുന്ന പോലെ ഒറ്റത്തവണ സംഭവമല്ല. ഇപ്പൊ കണ്ണൂർ നടാലിലെ കെ സുധാകരന്റെ വീട്ടിന്റെ കന്നിമൂലയിൽ എന്ന് പറയുന്നു, പേട്ടയിൽ താമസിച്ച വീടിന്റെ അടുക്കള ഭാഗത്ത് KPCC ഓഫീസിൽ സുധാകരൻ ഇരിപ്പിടത്തിനടിയിൽ, ഡൽഹിയിലെ MP ഫ്ളാറ്റായ നർമ്മദ എന്നാണ് ആ പേരെന്ന് എൻ്റെ ഓർമ്മ, നർമ്മദയിലെ സെറ്റിയിൽ, അങ്ങനെ ഈ കെ സുധാകരൻ സഞ്ചരിക്കാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഐറ്റം തകിട് മറ്റു രൂപങ്ങൾ മറിച്ച രൂപങ്ങളൊക്കെ കൊണ്ട് വെച്ചേക്കാണ്. അപ്പൊ ഇത് ഒരിടത്ത് സംഭവിക്കുന്നതല്ല. അങ്ങനെയല്ല, ഇത് എടുക്കാൻ പോയ ആളൊന്നു തന്നെ ആയിരിക്കും. അവിടെയാണ് പ്രശ്നം. എത്ര പൈസ ഇതിൽ നിന്ന് ഉണ്ടാക്കി കാണും. ഞാൻ അത്ഭുതത്തോട് ആ മനുഷ്യൻ എന്ത് പൈസ കിട്ടിക്കാണും. ആരാന്നൊന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ വെച്ച് നമുക്ക് ഈ പണ്ട് ഇത് നിങ്ങൾ കേവലം ഹിന്ദു വിശ്വാസത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പണ്ട് കോട്ടയത്ത് ഒരു പള്ളിയിലച്ഛൻ അദ്ദേഹം ഇങ്ങനെ കൂടുപാത്രം എടുക്കും,
കുഴിച്ചിട്ട് ചെറിയ ഡപ്പി എടുക്കും. അപ്പോ ഞാൻ എന്നോട് വന്ന് പറഞ്ഞ ആളോട് ചോദിച്ചു, കട്ടിത്തറയിൽ നിന്ന് എങ്ങനെയാണ് ഇത് കുഴിച്ചെടുക്കുന്നത് ചോദിച്ചപ്പോ അവിടെ എങ്ങനെ കൊണ്ട് കുഴിച്ചിട്ടു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എവിടെയോ കുഴിച്ചിട്ടിട്ട് മന്ത്രം ചൊല്ലി ഭൂമിക്കടിയിലൂടെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഈ കേബിൾ കമ്പനിക്കാർക്കൊക്കെ അവരുടെ സഹായം സ്വീകരിക്കുക, എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ട് മന്ത്രം ചൊല്ലി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചാൽ മതിയല്ലോ. ഇവിടെ പ്രശ്നം അതല്ല ഹാഷ്മി. ഇത്രയും വലിയ ആളുകൾ, ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകൾ, മെമ്പർമാരായിട്ടുള്ള പാർലമെന്റ് മെമ്പർമാരായിട്ടുള്ള ആളുകൾ ഇത് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കച്ചവടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സാധാരണക്കാരായിട്ടുള്ള എല്ലാ വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സാധ്യതയാണ് ഈ ബഹുമാന്യനായ അല്ല ഹരി, നമ്മളിപ്പോ ഇനി എന്ത് നവോത്ഥാന കേരളം എന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ കാര്യമായി വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. നേരിട്ടറിയാവുന്ന അല്ലാത്ത ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ദീർഘകാലമായി രോഗാവസ്ഥയുണ്ട്, കാരണമറിയാത്ത രോഗാവസ്ഥയുണ്ട്. ഇത് കണ്ടെടുക്കുമ്പോൾ കാലിൻ്റെ രൂപം കണ്ടെത്തുമ്പോഴത്തേക്ക് കെ സുധാകരൻ പറയുകയാണ് ശരിയാണ്, ഈ കാലിന് ബലക്കുറവുണ്ട്. തലയുടെ രൂപം കണ്ടെത്തുമ്പോഴത്തേക്ക് ശരി, തലയ്ക്ക് പെരുപ്പ, തലയ്ക്ക് ഭാരം, ആകെ പ്രശ്നം അവിടെയൊക്കെ ഉണ്ട്. അതിനുശേഷം അമേരിക്കയിൽ പോയി ചികിത്സിക്കുമ്പോൾ എന്തിനുള്ള ഏത് അസുഖമാണ് എന്ന് കരുതിയിരുന്നു, ആ അസുഖം ഇല്ല എന്ന് അമേരിക്കയിലെ ട്രീറ്റ്മെൻറ്റിൽ കണ്ടെത്തുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ ഇത് കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത് സത്യമുണ്ടോ എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഈ പരിപാടി എന്താണ് ഹരി പത്തനാപുരം? തീർച്ചയായിട്ടും ഇതില് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മാറുന്ന പ്രശ്നമുള്ളൂ. കാരണം ഒരുപാട് ആളുകൾക്ക് ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ട്. അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ട് എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും, സ്വാഭാവികമാണ്. ആഷ്മിക്കും എനിക്കും എല്ലാവർക്കും തോന്നാനിടയുള്ള ശ്രീ രാഹുൽ ഈശ്വറൊക്കെ ഇതിനെതിരെ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ആർക്കും തോന്നാവുന്ന ഒരു തോന്നലാണിത്. അതിന് അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്തു. ശരിക്കും ഈ ഗൂഢപത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഈ കുറച്ച് ആയുർവേദ മരുന്നുകള് പ്രത്യേക അനുപാതത്തിൽ കൂട്ടിയിട്ട് ശവന്നാറിയല എന്ന് പറഞ്ഞൊരു ഇലയിൽ പൊതിഞ്ഞ് വീടുകളുടെ മുമ്പിൽ കൊണ്ട് കുഴിച്ചിടും എന്ന് ഞാൻ പണ്ട് പൂർവികരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ കൂടുപാത്രം ചെയ്ത ഒരാളെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഹാഷ്മി കേരളത്തിൽ ആദ്യം നശിപ്പിക്കപ്പെടേണ്ട ഒരാൾ ഞാനാണ്. കാരണം ഞാൻ നിരന്തരം ഇത്തരം കാര്യങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഇരിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഈ ദുർമന്ത്രവാദികൾക്ക് ചെലവ് പോലുമില്ല എനിക്കെതിരെ കൂടുപാത്രം ചെയ്യാൻ. ഇപ്പൊ ഹാഷ്മി ഇത് കേവലം ശ്രീ സുധാകരന്റെയോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെയോ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് വലിയ പൈസയുള്ള, വലിയ അധികാരമുള്ള ശത്രുക്കൾ ഉണ്ട് എന്ന് തോന്നൽ മനസ്സിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇത്തരം വിശ്വാസങ്ങളുണ്ട്. അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചെറിയ തോതിലും വലിയ ആളുകളെ വലിയ തോതിലും ഇത് ഹിന്ദു ആചാരമാണെന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനാചാരമാണ്. ഇതിന് പിന്നാലെ പോകാതിരിക്കാൻ വിശ്വാസികൾ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഷേൻ ശ്രീകുമാർ, ഇവിടെ സാധാരണഗതിയിൽ കൂടോത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ ആ മിഥുനം സിനിമയിലെ തേങ്ങ മുട്ടിക്ക് സ്വാമി നെടുമുടി വേണു ജഗതി സീനാണ് ഓർമ്മ വരിക. കോമഡിയാണല്ലോ. ആ കോമഡിയുടെ ഒത്ത നടുക്ക് KPCC എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ അധ്യക്ഷനും MP-യും വേറൊരു MP ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിലൊക്കെ വിശ്വാസമുള്ള സുധാകരനും ഈ കൂടോത്ര എക്സ്കവേഷൻ സഹായിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനും. എന്തൊരു നാണക്കേടാണ് ശ്രീ ശ്രീകുമാർ. ഹാഷ്മി, ഇങ്ങനത്തെ ഒരു കോമഡി ചർച്ചയിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. കാരണം ഇതിലേക്ക് പറയാനുള്ള വെച്ചാൽ ഇതിൽ കോൺഗ്രസിനെ വലിച്ചിഴച്ചുകൊണ്ടാണ് ഞാനത് എനിക്കിതിൽ പ്രതിരോധിക്കേണ്ട ഘട്ടമുണ്ട്. കാരണം കോൺഗ്രസിനെ പോലെ പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞത് വാർത്തയാക്കുക, അത് ചർച്ചയാക്കുക, അതിൽ വിപ്ലവ പാർട്ടി അതിലേക്ക് പ്രതികരിക്കുക. അതാണ് അതിലൊരു രാഷ്ട്രീയം കാണുന്നത്. മറ്റുള്ളവർക്ക് പോട്ടെ, കാരണം കൂടോത്രം എന്താണെന്നും അതിന് വിശ്വാസമുള്ളവർ വിശ്വസിച്ചോട്ടെ, അല്ലെങ്കിൽ അല്ലാത്തവർ അവിശ്വസിച്ചോട്ടെ, അതൊരു വിഷയമല്ല. പക്ഷേ ഇത് 10-18 മണ്ഡലങ്ങളിൽ ജയിച്ച കോൺഗ്രസ് കേരളത്തിലെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തെ ആ ഇലക്ഷൻ കഴിഞ്ഞ ആ വിജയാഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ പറ്റുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഖനനം എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പ് കണ്ട് നടന്നതാണ്. അതിൻ്റെ പടങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് അന്വേഷിക്കണമെന്ന്. അതാരാ അപ്പോൾ ആ പടം എടുത്തത്? എന്തായാലും ആ കൂട്ടത്തിൽ നിന്നൊരാളാണ്. ആരും അല്ലല്ലോ ചെയ്യുന്നത്. ശരി, ഈ വീഡിയോ 1.5 വർഷം മുമ്പുള്ള വീഡിയോ അല്ലെങ്കിൽ 1 വർഷം മുമ്പുള്ള വീഡിയോ പുറത്തു വന്നു. അത് KPCC അധ്യക്ഷൻ സമ്മതിക്കുക. ഇപ്പോൾ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ കള്ളം എന്ന വാക്ക് പറയുന്നില്ലെങ്കിൽ കൂടിയും ചില വസ്തുതകൾ മറച്ചു വെക്കാത്തവരല്ലോ രാഷ്ട്രീയക്കാർ. അത് സമ്മതിക്കാതിരുന്നൂടെ ശ്രീകുമാർ? ഇത് സമ്മതിക്കുകയാണ്. കെ സുധാകരൻ പറയുകയാണ് ശരിയാണ്, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടുതൽ അറിയാമെന്ന് പറയുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതൊക്കെ വിശ്വാസം ഉണ്ടെന്ന് പറയുകയാണ്. സർ, ഇന്ത്യയുടെ ഭരണഘടന അനുച്ഛേദം 51 പറയുന്നത് മൗലിക കടമകൾ, ആ കടമകളിലൊന്നാണ് സയന്റിഫിക് ടെമ്പർ ശക്തിപ്പെടുത്തണം. ആ ഭരണഘടന മുന്നോട്ട് വെച്ച് അവിടെ പ്രതിപക്ഷത്തിന്റെ വലിയ മുന്നേറ്റം കാണുന്ന രോമാഞ്ചജനകമായ രാഷ്ട്രീയ ദിവസങ്ങൾ കടന്നു പോവാണ്. അപ്പോഴാണ് ഇവിടെ കൂടോത്രം, അതിന് പ്രതിക്രിയ, അത് KPCC അധ്യക്ഷൻ. എന്താണ് സർ? നോക്കൂ ഹാഷ്മി, ഞാനതല്ലേ പറഞ്ഞത്. ഏത് രാഷ്ട്രീയ നേതാവും ശരാശരി മനുഷ്യരാണ്.
അവരിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാവും, മറ്റേ ചിലതിൽ അന്ധമായി വിശ്വസിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഈ അന്ധമായി വിശ്വസിക്കുക എന്ന് വെച്ചാൽ നമുക്കൊരു ദൈവത്തിൽ അന്ധമായി വിശ്വസിക്കാം, പക്ഷേ പ്രാകൃത ചടങ്ങുകളിൽ വിശ്വസിക്കരുത്. പ്രാകൃതമായ ഒരു ചടങ്ങിൽപ്പെട്ടതാണ് ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നത്. അതിൽ ചിലതിൽ വിശ്വസിച്ച് പോവുകയാണ്. കാരണം ഞാൻ പറയുന്നത് കേട്ടു, നവോത്ഥാന കാലത്തെ പറ്റി ഹാഷ്മി പറഞ്ഞല്ലോ. ഈ നവോത്ഥാന കാലത്തല്ലേ പത്തനംതിട്ടയിലെ ഒരു സ്ഥലത്ത് ഒരു പാർട്ടിയിൽപ്പെട്ട, നമ്മൾ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിപ്ലവ പാർട്ടിയുടെ ഒരാളായിരുന്നല്ലോ ഒരു നരബലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട കഥയിലുള്ളത്. അപ്പോൾ അതൊക്കെ ഈ നാട്ടിലെ എല്ലാ പാർട്ടികളിലും എല്ലാ മതങ്ങളിലും എല്ലാ സമുദായങ്ങളിലൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ KPCC പ്രസിഡന്റിൻ്റെ വസതിയിൽ നിന്നും ഇങ്ങനെ ഒരു കൂടോത്രം കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ അതൊരു വാർത്താ കൗതുകമാണ്. വാർത്താ കൗതുകം എന്ന് ഞാൻ പറയാൻ കാരണം കോൺഗ്രസിൽ വിശ്വാസികളും അവിശ്വാസികളും അന്ധമായി വിശ്വസിക്കുന്നവരും പ്രാകൃതമായ ചില ഇതിൽ വാർത്താ കൗതുകം മാത്രമല്ല ഇതിൽ വാർത്താ കൗതുകം മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഇത് 1.5 വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസിനുള്ള പടൽപ്പണക്കം, ബാലകൃഷ്ണ പെരിയുമായുള്ള ബന്ധം, രാജ്മോഹൻ ഉണ്ണിത്താൻ, അതാരുടെ കൂടോത്രമാണെന്ന് വേറെ ചർച്ച. ഇതിലെ പ്രശ്നം എന്താണ്? കാലിന്റെ രൂപം കണ്ടെടുക്കുമ്പോൾ കെ സുധാകരൻ പറയുന്നു ശരിയാണ്, കുറച്ചായി കാലിന് ബലക്കുറവാണ്. തലയുടെ രൂപം എടുക്കുമ്പോൾ ശരിയാണ്, തലയ്ക്ക് ഭാരം, തലവേദന, എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഉയിര് പോകാഞ്ഞത് ഭാഗ്യം എന്നൊക്കെ അതിൽ പരിപൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് KPCC അധ്യക്ഷനാണ് സർ. ഏറ്റവും ചുരുങ്ങിയ പക്ഷേ മാധ്യമങ്ങളോടെങ്കിലും ഇതൊക്കെ മണ്ടത്തരമല്ലേ എന്നൊരു വാക്ക് ഇപ്പോൾ VM സുധീരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. VM സുധീരൻ്റെ പ്രതികരണം എന്തായിരുന്നു? അവരോട് സഹതാപമേ എനിക്കുള്ളൂ എന്ന് പറയുകയല്ലേ. ആ ഒരു പ്രതികരണം പോലും നടത്താൻ അശക്തനാവുന്നു കെ സുധാകരൻ. വിശ്വാസിയാണ്, അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം കൂടോത്രങ്ങളെ കാണിച്ചാൽ എന്തോ സംഭവിക്കും എന്നൊക്കെയുള്ള വിശ്വാസം കൊണ്ടാണല്ലോ അതിന് തള്ളിപ്പറയാൻ കഴിയാത്തത്. നോക്കൂ ഹാഷ്മി, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ശരാശരി മനുഷ്യൻ. നേരത്തെ ഇവിടെ എൻ്റെ സുഹൃത്ത് ഹരി പറഞ്ഞതുപോലെ, അതായത് നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ഒരാളെ മാനസികമായിട്ട് തളർത്താനും അസ്വസ്ഥനാക്കാനും കഴിഞ്ഞാൽ അയാൾ തളർന്നു പോകും. അപ്പോൾ അങ്ങനെ വിശ്വാസമുള്ള ഒരാളെ തളർത്താൻ വേണ്ടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ വിശ്വാസം ഉണ്ടാകാം. പക്ഷേ സുധാകരൻ ആ വിശ്വാസം ഇല്ലെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അത് മാത്രമല്ല, ഇത് ഖനനം ചെയ്തെടുക്കുമ്പോൾ, ഞാൻ ആ വാക്ക് തമാശക്കായിട്ട് ഉപയോഗിക്കുന്നത്, ഇത് കുഴിച്ചെടുക്കുമ്പോഴേ അപ്പോൾ അവർ പറയുന്നതൊക്കെ അവർ ചിരിക്കുന്നുണ്ട്. ഇത് തലവേദനയ്ക്കുള്ളതാണ്, ഇത് കാലിനുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു തമാശ പറയുന്ന ഘട്ടത്തിലും അതിലെടുക്കാമല്ലോ. സുധാകരൻ പത്രസമ്മേളനം വിളിച്ചിട്ട് എന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കൂടോത്രം കുടിച്ചിട്ടു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. കോൺഗ്രസിന് ഔദ്യോഗിക വക്താക്കൾ പറയുന്നില്ലല്ലോ. ഇല്ല. പാർട്ടി ഇത് തള്ളിക്കളഞ്ഞു. ഇതിന് പാർട്ടിയായിട്ട് ബന്ധമില്ല, കോൺഗ്രസ്സായിട്ട് ബന്ധമില്ല, KPCC ആയിട്ട് ബന്ധമില്ല. KPCC പ്രസിഡന്റ് K സുധാകരൻ ഒരു ശരാശരി മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ആ ഒരു സമയത്ത് ചില പ്രതികരണങ്ങൾ നടത്തിയത് വീഡിയോയിലൂടെ പുറത്തു വന്നു. അതൊരു പക്ഷേ വീഡിയോ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം അക്കാലത്തുണ്ടായിരുന്ന പിന്നെ പിൽക്കാലത്ത് ഇല്ലാതിരുന്ന ആരെങ്കിലും ആയിരിക്കാം. അതൊക്കെ പിന്നെ പാർട്ടി അന്വേഷിക്കട്ടെ, കുഴപ്പമില്ല. കാരണം ഒരു നേതാവിനൊപ്പം എല്ലാ കാലത്തും എല്ലാവരും വിശ്വസ്തരായിട്ട് നടന്നോളണമെന്നില്ല. പക്ഷേ ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസ് ഒരിക്കലും ഇങ്ങനത്തെ പ്രാകൃതമായ ചിന്താഗതികളിൽ വിശ്വസിക്കുന്ന കൂട്ടരല്ല. നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ ഹാഷ്മി. നവോത്ഥാന കേരളമല്ലേ ഇത്? 8 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്ന ഇടതുമുന്നണിയല്ലേ? നമുക്കൊരു അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ട് നടന്നോ? ഇവിടെ കോൺഗ്രസും NCP ഭരിക്കുന്ന മഹാരാഷ്ട്രത്തിൽ കൊണ്ടുവന്നു 2013, കർണാടകത്തിലും കൊണ്ടുവന്നു എൻ്റെ അറിവ്. അതൊക്കെ എത്രത്തോളം വിജയിച്ചുള്ള വേറെ വിഷയം. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് അത് കൊണ്ടുവരാൻ പറ്റാത്തത്? എല്ലാവർക്കും ഇടയിൽ ഇങ്ങനെയൊക്കെ ചില ചിന്താഗതികളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നാൽ എത്രത്തോളം വിജയകരമാകും എന്ന ചിന്തയൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിൽ അവതരിപ്പിച്ചുകൂടാ? പത്തനംതിട്ട വിഷയം വന്നപ്പോൾ അന്ന് പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഇന്ന് എക്കേവാലം പറയുകയാണ്. ഇപ്പം MV ഗോവിന്ദനോട് ചോദിച്ചു, MV ഗോവിന്ദൻ അതിനെ ചിരിച്ചങ്ങ് വിട്ടതേ ഉള്ളൂ. ആ ചിരിക്കാത്ത പരിഹാസത്തിനകത്ത് ഒരു പക്ഷേ ഷാർപ്പായ പ്രതികരണത്തിനേക്കാൾ മൂർച്ചുള്ളത് വേറെ കാര്യം. എക്കേവാലം പറയുകയാണ് അതൊരു കൂടോത്ര പാർട്ടി, കേരള കൂടോത്ര പാർട്ടി എന്നാണ് പേരെന്ന് പറയുന്നു. ഇന്ന് നിയമസഭയിൽ ചർച്ച വരുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പലയിടങ്ങളും റോഡ് പൊട്ടിപ്പൊളിയുന്നുണ്ട്, വേറെ ചിലയിടങ്ങളിൽ കൂടോത്രത്തിൻ്റെ പേരിലും പൊളിക്കുന്നുണ്ട് എന്ന് പരിഹസിക്കുന്നു. ഇത് VD സതീശൻ്റെ കൊട്ടേഷനാണോ സംശയമുണ്ടെന്ന് DYFI പരിഹസിക്കുന്നു. ഈ ഒരു വിഷയം രാഷ്ട്രീയമായി CPM ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണോ ശ്രീ അനിൽകുമാർ? ഒരു രാഷ്ട്രീയ പാർട്ടി, അതിന് നേതൃത്വം എത്രത്തോളം അന്ധവിശ്വാസ ജടിലമായ ഭയത്തിൻ്റെ തടവറയിലാണ് കഴിയുന്നത് എന്ന് ഈ കാര്യം തെളിയിക്കുകയാണ്. അത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിൻ്റെ വ്യക്തിപരമായ ഒരു ദൗർബല്യമായി കാണാൻ പാടില്ല. ഒരു ശരാശരി മനുഷ്യൻ, അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ പറയുന്നത്. KPCC പ്രസിഡന്റ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ്. ഈ കേരളത്തെ 21ാം നൂറ്റാണ്ടിൽ പുതിയ തലമുറയെ നയിക്കാൻ പ്രാപ്തമാകേണ്ട ഒരാളാണ്. മതവിശ്വാസത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശരിയായ നിലപാടുണ്ട്.
മതവിശ്വാസം ഈ സമൂഹത്തിനകത്ത് ധാരാളം പേർക്കുണ്ടെന്നല്ല, ഭൂരിപക്ഷം പേർക്കുമുണ്ട്. ആ മതവിശ്വാസത്തെ മാനിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ നിലകൊള്ളുക. ഒരാളുടെ വിശ്വാസം മാത്രം ശരി, മറ്റൊരാളുടെ വിശ്വാസം തെറ്റ് എന്ന് പറഞ്ഞ് വഴക്ക് പിടിക്കുമ്പോൾ അങ്ങനെ വഴക്ക് പിടിക്കരുത്. ഓരോരുത്തരും അവനവന് ഇഷ്ടമുള്ള വിശ്വാസങ്ങളിൽ നിലനിൽക്കട്ടെ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ അപഹസിക്കാൻ വേണ്ടി പറയും ഞങ്ങൾ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ മതവിശ്വാസത്തിനെതിരായി നിൽക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളെക്കുറിച്ച് പണ്ടും പ്രചരണമുണ്ട്. ഇപ്പം തന്നെ ഞങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റായ പ്രചരണം ഞങ്ങൾ ഏതെങ്കിലും ഒരു മതക്കാർക്കെതിരാണെന്നായിരിക്കും. ലീഗുകാർ പറയുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ്, RSSകാർ പറയുമ്പോൾ ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരാണ്, ഞങ്ങൾ മുസ്ലിം പാർട്ടി മാത്രമാണ്, വേറെ കുറേ പേര് പറയുമ്പോൾ ക്രിസ്ത്യാനിക്കെതിരാണെന്ന് പറയാം. പക്ഷേ ഞങ്ങൾ ആർക്കാണ് എതിരെന്ന് ചോദിച്ചാൽ എതിര് നിൽക്കുന്നത് ഇവിടുത്തെ ചൂഷക ശക്തികളായ എല്ലാവർക്കും എതിരെയാണ് ഞങ്ങൾ നിൽക്കുക. ഒരു കാരണവശാലും വിശ്വാസികളുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കും. ഇത് അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസത്തെ നമുക്ക് എവിടെ വരെ കാണാം? അവിടെയാണ് ബഹുമാനപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവും ആദ്യത്തെ പ്രധാനമന്ത്രിയും ഭരണഘടന കൊണ്ടുവന്നപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ എന്നൊരു സാധനമുണ്ട്. ഈ ഭരണഘടനയുടെ സയൻറ്റിഫിക് ടെമ്പർ ഉയർത്തിപ്പിടിക്കാൻ പ്രാപ്തനാണോ കെ സുധാകരൻ? ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. അവിടെ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് അന്ന് ഷുഗർ ഉണ്ടായിരുന്ന കാലത്ത് അതിന് ഒരു പ്രത്യേക സംവിധാനത്തോടു കൂടി അത് ആ ഷുഗർ അളക്കുന്നതിന് വേണ്ടി ഒരു യന്ത്രം അവിടെ ഘടിപ്പിച്ചു. അന്നേരം എന്തായിരുന്നു ഏലസ്? കോടിയേരി ബാലകൃഷ്ണൻ്റെ ഏലസ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ മുൻപേജിലായിരുന്നു. എന്തെല്ലാം അപമാനകരമായ കടന്നാക്രമണമാണ് കോടിയേരി ബാലകൃഷ്ണനെതിരെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട കാശ്മീർക്ക് ഒരു കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ മാധ്യമങ്ങൾ കോടിയേരി ബാലകൃഷ്ണനെ കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ലിത്. ഇത് സുധാകരൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവന് പറ്റിയ ഒരു അബദ്ധമാണ്. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനാണെങ്കിൽ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കി തരാം. കെ സുധാകരനാണെങ്കിൽ ഞങ്ങളുടെ പൊന്നുമോനാണ്, ഞങ്ങളുടെ നല്ല പിള്ളയാണ്. പിന്നെ വ്യക്തിപരമായി കെ സുധാകരൻ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാരുടെ കരുതലിന് കുഴപ്പമൊന്നുമില്ല. കാരണം VD സതീശനെ കുറിച്ച് അദ്ദേഹം അടുത്തിരുന്ന് വർത്തമാനം പറയുമ്പോൾ നിലവാരം നമുക്കറിയാം. ഈ നിലവാരമുള്ള ആളെയാണ് KPCC പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുന്നത്. ഇവരുടെ കൈവശം കേരളത്തിൻ്റെ ഭരണം ഭദ്രമാകില്ല, കേരളത്തിൻ്റെ ഭാവി ഭദ്രമാകില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇവരെ സ്വീകരിക്കാനാവില്ല. ഒരു തരത്തിലും സ്വീകരിക്കാനാവാത്ത അനാചാരങ്ങൾ മാത്രമല്ല. എന്താ ഭയം? തൻ്റെ സ്ഥാനം പോകുമോ? അതാണ് ഭയം. കോൺഗ്രസിൽ എന്തിനാണ് ഈ കൂടോത്രം നടത്തുന്നത്? KPCC പ്രസിഡന്റിനെ കൂടോത്രം വെച്ച് പുറത്താക്കിയാൽ വേറൊരാൾക്ക് KPCC പ്രസിഡന്റ് ആകാം. നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതിനു മുന്നേ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. എന്താ സംഭവിച്ചത്? അവരുടെ കസേരകൾ ഇടുന്ന സ്ഥലത്ത് പ്രത്യേക ചില പരിപാടികൾ നടത്തും. മുല്ലപ്പള്ളിയോടും ആരാണ്ട് പറഞ്ഞ കാര്യമൊക്കെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു കേൾക്കുകയുണ്ടായി. അപ്പോൾ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കൂടോത്ര കമ്മിറ്റിയുടെ സ്ഥലമാണോ? ആണെങ്കിൽ അവർ പറയട്ടെ. ഇവർ 3 ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അടക്കം പറഞ്ഞു കേട്ടു. അപ്പം ഞങ്ങൾ പറയുന്ന കാര്യം എന്താണ്? എന്തിന് കുഴിച്ചെടുക്കാൻ പോയി? ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് പറഞ്ഞു ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, അതാരോ വീഡിയോ പകർത്തുന്നുണ്ട്. എന്തിനാ ഈ സുധാകരൻ പോയി ഇത് കുഴിച്ചെടുക്കാൻ പോയത്? അത് കാലിൻ്റെ രൂപം എടുക്കുമ്പോഴത്തേക്ക് ഉടനെ കാലിന് വേദനയുണ്ട്. അതുപോലെ തലയുടെ രൂപം എടുക്കുമ്പോൾ ഉടനെ തലവേദന എന്തുണ്ടായിരുന്നു, തലയ്ക്ക് മരപ്പായി. ഇതെല്ലാം അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? തൻ്റെ അനാരോഗ്യം കൂടോത്രം മുതലുണ്ടാകുന്നതാണ് എന്ന് KPCC പ്രസിഡന്റ് സാക്ഷ്യം പറയുകയാണ്. ആ സാക്ഷ്യം പൊതുമണ്ഡലത്തിൽ പരസ്യമായി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രാറ്റുകളാണ് ഇവർ. സതീശൻ ഹിപ്പോക്രാറ്റാണ്, VD സതീശൻ ഹിപ്പോക്രാറ്റാണ്, കെ സുധാകരൻ ഹിപ്പോക്രാറ്റാണ്. കോൺഗ്രസ്സുകാർ നടത്തുന്ന നാട്യങ്ങൾ ഹിപ്പോക്രാറ്റിസമാണ്. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഒരു വേദി വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് രോഷപ്പെട്ട് ആരോടെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞാൽ അതുപോലും ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം നമ്മുടെ പൊതുമണ്ഡലത്തിൽ വരുന്നുണ്ട്. പക്ഷേ അങ്ങനൊന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഇവരൊക്കെ തന്നെ ഏതോ ധാർഷ്ട്യ കുടീരങ്ങൾ നിർമ്മിക്കുന്നവരാണെന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഹിപ്പോക്രസിയോടുകൂടിയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകന്മാർക്ക് ഒരു ഹിപ്പോക്രസിയും ഇല്ല. അവർ പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോൾ ജനങ്ങൾക്ക് ചില പരാതികൾ വരാം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരാം. പക്ഷെ ഒരു കാര്യം കേരള സമൂഹത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു, 2 മനസ്സില്ല, ഞങ്ങളെ വിശ്വസിക്കാം. ഒരു തരത്തിലുള്ള ഹിപ്പോക്രാറ്റിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല, അതിന് നേതാക്കൾക്കില്ല. ഓക്കെ, രാഹുൽ ഈശ്വർ, നേരത്തെ ശ്രീ KL കുമാർ പറഞ്ഞ മുല്ലപ്പള്ളിയുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ VM സുധീരൻ്റെ വീട്ടിൽ 9 തവണ എന്നാണ് പറയുന്നത്. വാഴച്ചുവട്ടിൽ, വീട്ടുമുറ്റത്ത്, പപ്പായത്തണ്ടിനുള്ളിൽ, ചെമ്പ് തകിടുകൾ, വെള്ളാരം കല്ലുകൾ, ചെറുശൂലങ്ങൾ, ബോഡിയുടെ ഷേപ്പുകൾ. ഇത് ആക്ച്വലി പരിപാടി എന്താണ് എന്ന് പറഞ്ഞാൽ ശ്രീ ഹരിപത്തനാപുരം പറയുന്നത് പോലെ ഇത് ഒരാൾ വന്ന് പെട്ടെന്ന് മാജിക്കൽ കൈയടക്കത്തിൽ ചെയ്യുന്ന ഒന്നാണോ?
അതോ ഇത് ഒരു ടീമായി എന്ന് പറഞ്ഞാൽ ഇത് പലയാവർത്തി പല രീതിയിൽ ആവർത്തിക്കുമ്പോൾ ഇതൊരു ടീമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ചെയ്താൽ ആൾ മുടിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന, ഇത് എനിക്ക് ഏറ്റാൽ ഞാൻ മുടിഞ്ഞു പോകും എന്ന് ഭയക്കുന്ന ഒരു കൂട്ടർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അതിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഉണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം ചിന്തനീയമാണ് ശ്രീ രാഹുൽ ഈശ്വർ? ശ്രീ ഹാഷ്മി, എന്താണ് വിശ്വാസവും എന്താണ് കൂടോത്രവും എന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം, അല്ലെങ്കിൽ നിർവചിക്കാം. പരീക്ഷയ്ക്ക് പേന പൂജിക്കുന്നത് വിശ്വാസം, പക്ഷേ പരീക്ഷയ്ക്ക് മുട്ട പൂജിച്ച് കൂട്ടുകാരുടെ വീട്ടിൽ കുഴിച്ചിടുന്നത് കൂടോത്രം. പരീക്ഷയ്ക്ക് പേന പൂജിച്ച് 10 രൂപയോ 100 രൂപയോ ദക്ഷിണ കൊടുക്കുന്നത് സാധാരണ നിർദോഷകരമായ വിശ്വാസം. എന്നാൽ പരീക്ഷയ്ക്ക് നിന്റെ പേന ഞാൻ പൂജിച്ച് എനിക്ക് 10,000 രൂപ തന്നാൽ നിനക്ക് മാർക്ക് കൂടുതൽ കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തട്ടിപ്പോ ചൂഷണവും. ഇതാണ് വിശ്വാസവും ഈ ചൂഷണവും തമ്മിലുള്ള സിമ്പിളായ വ്യത്യാസം. ഞാൻ വിശ്വാസിയാണ്, ഞാൻ വിശ്വാസിയായതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ കൈ കെട്ടുകളുണ്ട്, എൻ്റെ മോൻ്റെ വീട്ടിൽ കെട്ടുകളുണ്ട്. പക്ഷേ നാളെ ഇതെനിക്ക് കെട്ടുപാടും എനിക്ക് ദോഷവുമായി മാറുകയാണെങ്കിൽ, ഇത് ദുർമന്ത്രവാദമോ തട്ടിപ്പോ ഒക്കെയായി മാറുകയും ഇതിൽ നിന്ന് മാജിക്കൽ റെമഡീസ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ ഒന്ന് അന്ധവിശ്വാസിയാണ്. അതുകൊണ്ട് വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കണം. ഇനി 2, എന്താണ് ഇതിൻ്റെ നിർവചനവും നോക്കാം. ഇതിനെ ഇംഗ്ലീഷിൽ മാജിക്, MAGICK എന്നൊക്കെ വിളിക്കാറുണ്ട്. മാജിക്, ബ്ലാക്ക് മാജിക്, വൂഡു തുടങ്ങിയ വാക്കുകളിലാണ് വിളിക്കാറുള്ളത്. നമ്മുടെ കേരളത്തിൽ, മലയാളത്തിൽ ആഭിചാരം, ദുർമന്ത്രവാദം, ക്ഷുദ്രം, ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഇതിനകത്തുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹാഷ്മിയോട് പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സാമൂഹ്യ നിരീക്ഷകൻ മാറ്റി കൂടോത്ര നിരീക്ഷകൻ എന്നിട്ട് പേരിടരുത്. ഞാൻ അതിൻ്റെ ഒരു ആശയപരമായ പ്രിമൈസ് പറയുന്നു എന്നേ ഉള്ളൂ. അലിസ്റ്റാർ ക്രോറി അടക്കമുള്ള ഒരുപാട് സോക്കോൾഡ് ദുർമന്ത്രവാദികൾ ഇന്ത്യയിലല്ല യൂറോപ്പിലടക്കമുള്ള പല ഭാഗങ്ങളിലും ഉണ്ട്. നാസികൾ, ഹിറ്റ്ലറും നാസികളും ഇത്തരത്തിൽ ഒക്കൾട്ടിസത്തിൽ വിശ്വസിച്ചിരുന്നവരാണ്. അതായത് ഇതിന്റെ പ്രിമൈസ് ഒന്നേ ഉള്ളൂ, ഭൗതികമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയെ സ്വാധീനിക്കാനോ നശിപ്പിക്കാനോ കഴിയും. ഇതാണ് ഒക്കൾട്ടിസത്തിന്റെ ടോട്ടൽ ബേസ്. അങ്ങനെയാണ് ചില ഡോളുകളിൽ സൂചി കുത്തി ഇറക്കുന്ന സാധനം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകുന്നത്. നമ്മുടെ യഥാർത്ഥ വിശ്വാസികൾ ആരും ഇതിനെ അനുകൂലിക്കുന്നവരല്ല. ശ്രീനാരായണ ഗുരു കായികമായി പോലും, അതായത് ഫിസിക്കലി പോയി ദുർമന്ത്രവാദത്തിന്റെ ഒരു നിലപാട് അടിച്ച് തകർത്തു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതാക്കി എന്ന് വരെ നമ്മുടെ ചരിത്രമുണ്ട്. അതായത് ശ്രീനാരായണ ഗുരുദേവനെ പോലെ ലോക ഗുരുവായ ഒരു മനുഷ്യൻ വടിയെടുത്ത് ഇത് തല്ലി തകർത്തു എന്ന് പോലും ഉണ്ട്. ഇതിന്റെ മറ്റൊരു ഭാഗമാണ് യേശു ക്രിസ്തു എൻ്റെ പിതാവിന്റെ ഗ്രഹം നിങ്ങൾ കച്ചവടക്കാരാക്കി മാറ്റിയിരിക്കുന്നു. ഇതേപോലെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമാണ്. പിന്നെ അനിൽകുമാർ സാർ പറഞ്ഞതിൻ്റെ സ്പിരിറ്റിനോട് യോജിച്ചുകൊണ്ട് തന്നെ 1976 ഈ സയന്റിഫിക് ടെമ്പർ, ആ 42ാം അമെൻമെന്റിന്റെ ഭാഗമായി കൊണ്ടുവരുന്നത്. അത് വളരെ നല്ലതുമാണ്. ഇവിടെ വിശ്വാസികൾക്ക് പറയാൻ എന്താ ഉള്ളത്? നമുക്ക് കൃത്യമായിട്ട് ഇത് മാറ്റാൻ കഴിയണം. അതായത് ബുദ്ധനോടൊരു അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടി മരിച്ചു, എന്ത് ചെയ്യണമെന്ന്. അപ്പം ബുദ്ധൻ പറയുന്നത്, ഇന്നേ വരെ മരണം നടക്കാത്തൊരു വീട്ടിൽ നിന്ന് നീ അരി മേടിച്ചുകൊണ്ട് വരൂ, അങ്ങനെയാണെങ്കിൽ നിന്റെ കുട്ടിയുടെ കാര്യം നമുക്ക് നോക്കാവുന്നതാണ്. നേരെ മറിച്ച് നിത്യാനന്ദമാരും ഭോലെ ബാബമാരും പറയുന്നത്, ഞാൻ നിങ്ങളെ ഇത് ചെയ്ത് കുട്ടിയുടെ ജീവൻ തിരിച്ചെടുക്കാൻ നോക്കിയാണ്. അപ്പൊ ഇവർ ഫ്രോഡുകളാണ്. നിത്യാനന്ദ പറയുന്നത്, നിത്യാനന്ദ എണീക്കാൻ താമസിച്ചു കാരണം സൂര്യൻ 3 മണിക്കൂർ എണീക്കാൻ താമസിച്ചു എന്നൊക്കെയാണ്. അപ്പൊ ഇത് ഫ്രോഡുകളാണ്. എന്നാൽ വിവേകാനന്ദൻ മഹാനാണ്, മഹാത്മാഗാന്ധി മഹാനാണ്. ഈ വ്യത്യാസം കൃത്യമായി വേണം. ഒരു വരി കൂടെ പറഞ്ഞോട്ടെ. ഇവിടെയാണ് ഒരു ആന്റൈ സൂപ്പർസ്റ്റിഷൻ ലോ. അതിന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും CPIയും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. എന്താണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം? അതിന് ശ്രീ ഹരി പത്തനാപുരത്തെ പോലുള്ള പ്രഗത്ഭർ, ഞങ്ങളൊക്കെ വിശ്വാസത്തിന്റെ മേഖലയിലാണ്, ഞങ്ങളാരും നിരീശ്വരവാദികളല്ല, യുക്തിവാദികളല്ല, ഞങ്ങൾ അടക്കമുള്ളവർ, ശ്രീ സനൽ അൻവർക്ക്, ശ്രീ രവിചന്ദ്രൻ അടക്കമുള്ളവർ, ശ്രീ U കലാനാഥൻ അടക്കമുള്ളവർ, അങ്ങനെ ഒരുപാട് റീസണബിൾ ആയ ആൾക്കാരുണ്ട്. വിശ്വാസത്തെ സംരക്ഷിക്കണം, എന്നാൽ അന്ധവിശ്വാസത്തെ, അനാചാരത്തെ എതിർക്കണം. ഈ നമ്മുടെ അന്ധവിശ്വാസത്തെ, അനാചാരത്തെ എതിർത്ത പ്രമുഖരാരൊക്കെയാണ്? ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി, മഹാത്മാ അയ്യങ്കാളി, ഭാരതകേസരി മന്നത്പത്മനാഭൻ, മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് റിഫോമേഴ്സ്, സ്പിരിച്വൽ റിഫോർമേഴ്സ് ആണ്. അതുകൊണ്ട് വിശ്വാസത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരാൻ പോസിബിൾ ആണ്. പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരോടുള്ള അഭ്യർത്ഥന, വിശ്വാസം എല്ലാം മോശമാണ് എന്ന് ഞങ്ങളിൽ ചിലർ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ആന്റൈ സൂപ്പർസ്റ്റിഷൻ ലോ കൊണ്ടുവരാൻ കഴിയാത്തത്. വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും നിർവചിക്കാൻ പറ്റില്ല എന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ട് അനിൽകുമാർ സാറിനോട്, സഖാവിനോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആന്റൈ സൂപ്പർസ്റ്റിഷൻ ലോ കൊണ്ടുവരൂ. നമുക്കെല്ലാം അറിയാം, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ആസാറാം ബാപ്പു അടക്കമുള്ളവർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. 81 വയസ്സായ മനുഷ്യനാണ് 8 വയസ്സായ ബാലികയെ പീഡിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ മോശക്കാർ എല്ലാ നാട്ടിലും, എല്ലാ മതങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അവരെ നമുക്ക് ഒരുമിച്ച് എതിർക്കാൻ കഴിയുന്ന പല്ലും നഖവുമുള്ള ഒരു ആന്റൈ സൂപ്പർസ്റ്റിഷൻ ലോ വിശ്വാസികളെയും യുക്തിവാദികളെയും ശാസ്ത്രപ്രചാരകരെയും ഒരുമിച്ചിരുത്തി കൊണ്ടുവരാൻ ഒരുപക്ഷെ ഏറ്റവും ചാൻസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്നാൽ 99% വിശ്വാസികൾ സപ്പോർട്ട് ചെയ്യും. ഒരു വരി കൂടെ
കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ഹരി പത്തനാപുരം എനിക്ക് വളരെ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ നമ്മുടെ ശബരിമലയിൽ നടന്ന ദേവപ്രശ്നമുണ്ട്, അതിലൊരു ഫ്രോഡ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെയൊക്കെയാണ് ഈ ഹരി പത്തനാപുരത്തെ പോലുള്ളവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അവിടെ വന്ന ദേവപ്രശ്നക്കാരൻ പറയുന്നത് അയ്യപ്പന് കഴുതയുടെ കരച്ചിൽ കേൾക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാം വിചാരിച്ചു ശരിയായിരിക്കുമെന്ന്. അയ്യപ്പൻ അതുകൊണ്ട് ഒരു റോപ്പ് വേ വേണം, ഞാൻ റോപ്പ് വേ പണിയാൻ ആളെയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അതായത് ദേവപ്രശ്നം വെച്ചിട്ട് അയ്യപ്പന് റോപ്പ് വേ വേണമെന്ന് പറയുന്ന ഇയാളുടെ കൂടെ 2 ദിവസം മുമ്പ് റോപ്പ് വേ പണിയാനുള്ള ആളും കൂടെ വന്നിട്ടുണ്ട്, നമുക്കതിൽ 100 കോടി രൂപ മുടക്കിയാൽ മതി. എനിക്ക് ദേവപ്രശ്നം ഇതിലെല്ലാം വലിയ വിശ്വാസമാണ്. പക്ഷെ അതിനെ മോശമായി ഉപയോഗിക്കുന്നവരുണ്ട്. ഡോക്ടർമാരിൽ ചീത്ത ഡോക്ടർമാരുള്ളതുപോലെ വിശ്വാസത്തിന്റെ രംഗത്തും മോശക്കാരുണ്ട്. ഇതിന്റെ ഇടയിൽ ഗ്രേ ഏരിയ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കള്ളനാണയങ്ങൾ എല്ലാ ഫീൽഡിലും ഇല്ലേ? ഉണ്ട്. ശ്രീകുമാറിലേക്ക് എത്തും മുൻപ് ഇത് കേവലം അന്ധവിശ്വാസത്തിന്റെ പ്രശ്നം മാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ ആ മേഖലയിൽ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ബാലകൃഷ്ണൻ പെരിയ, ആ തർക്കത്തിന്റെ ഒക്കെ തുടർച്ച ഇതിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് ചോദിക്കുമ്പോഴേക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയും, ഇതാരാണ് നിങ്ങൾക്ക് ഈ വിഷയം എന്നൊന്ന് പറ, അത് പറഞ്ഞ് ഞാൻ പറയാം. അപ്പോൾ ആരോ അത് പുറത്തുവിട്ടതാണ് എന്ന ബോധ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടല്ലോ. ബാലകൃഷ്ണൻ പെരിയ കുറച്ച് നാളുകൾക്ക് മാത്രം മുൻപ് പറഞ്ഞു, ഒന്ന് കേൾക്കാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിൻ്റെ ജില്ലയാക്കി മാറ്റി, ദുർമന്ത്രവാദത്തിൻ്റെ ജില്ലയാക്കി മാറ്റി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം കൂടെ നിൽക്കണം എന്ന വാശിയിൽ എൻ്റെ ഈ വീട്ടിൽ വന്ന് അദ്ദേഹം അറബിക്കിൽ എഴുതിയ തകിടുകൾ ഒരാചാര്യനെ കൊണ്ടുവന്നെടുപ്പിച്ചു. ഞാൻ അന്നും ഇന്നും അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാനത് പുറത്തു പറഞ്ഞില്ല. എന്തിനാ? ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിമുകളായിട്ടുള്ള നേതാക്കന്മാരെ പരസ്പരം അടുപ്പിക്കാൻ. ഇവിടുത്തെ ചില മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഇദ്ദേഹമാണ് നിന്റെ വീട്ടിൽ കുഴിച്ചിട്ടത്. ശ്രീകുമാർ, ഇത് ആ ജില്ലയെ മൊത്തം കൂടോത്ര കളരിയാക്കി മാറി രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് ബാലകൃഷ്ണൻ പെരിയാണ്. ഇപ്പോൾ അദ്ദേഹം പുറത്താണ്, എന്തോ അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങൾ, ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു, എനിക്കറിയില്ല. ശ്രീകുമാർ, ഇപ്പോൾ കെ അനിൽകുമാർ ഇങ്ങനെ പറയാനുള്ള ആയുധം കൊടുക്കാൻ, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയതിനു ശേഷം CPM-ന്റെ കയ്യിലേക്ക് ഒന്നാന്തരം ഒരു വടി വെട്ടിക്കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെയല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്ഷേപിക്കും. അത് ഹസ്ബി ഇപ്പം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഞാനത് ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞത് ശരിയുമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ കോൺഗ്രസ് സംഭവിക്കുന്നതാണ്. പക്ഷേ ഇവിടെ വിഷയം എന്താ വെച്ചാൽ, ഇത് കോൺഗ്രസുമായി KPCC-യുമായി കൂട്ടിക്കെട്ടാനുള്ള രാഷ്ട്രീയ നീക്കം ഇന്ന് നടന്നിരിക്കുന്നു. ശ്രീ അനിൽകുമാർ പറഞ്ഞാൽ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇന്ന് ആരോ AK ബാലനെന്ന് ആരോ പറഞ്ഞു, ഇത് VD സതീശന് ആയിട്ട് ബന്ധപ്പെടുത്തി ആരോ പറഞ്ഞു, എനിക്ക് പേരെനിക്കറിയില്ല, ബാലനാണോ അല്ലെങ്കിൽ ആരോ പറഞ്ഞു കേട്ടു. അപ്പോൾ എന്തിനാണെങ്കിലും VD സതീശനെ കൊണ്ടുവന്ന്, അപ്പോൾ എന്താണ് ഇത് VD സതീശന് ആവണമെന്നില്ല, അപ്പോൾ വേറൊരാളാണ് എന്ന് സംശയം ഉണ്ടാക്കുക, അങ്ങനെ കോൺഗ്രസിനെ അപമാനിക്കുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുള്ള പ്രമുഖർക്ക് വിശ്വാസവും അന്ധവിശ്വാസവും ഉണ്ട്. CPM-ന്റെ പാലക്കാട് പ്ലീനം എന്താ തീരുമാനമെടുത്തിരുന്നത് അന്ധവിശ്വാസത്തെക്കുറിച്ച്? എന്നിട്ട് എവിടെ എത്തി കാര്യങ്ങൾ? എവിടെ എത്തി? ഇവിടെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ, ഭരണപരിഷ്കാര കമ്മീഷനാണോ അതോ അതിൻ്റെ പേര് പരിഷ്കരണ കമ്മീഷൻ. ആ പരിഷ്കരണ കമ്മീഷൻ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് നവോത്ഥാന കാലത്ത് 8 വർഷമായിട്ട് എന്താണത് അവതരിപ്പിക്കാത്തത്? എത്രയോ ബില്ല് ഇവർ കൊണ്ടുവന്നു, എന്താണ് അവതരിപ്പിക്കാത്തത്? അപ്പോൾ CPM-ന് ഭയമുണ്ട്. കാരണം എന്താ വെച്ചാൽ, വിശ്വാസവും അന്ധവിശ്വാസവും പ്രാകൃത വിശ്വാസവും എല്ലാം കൂടിക്കലർന്ന ഒരു സമൂഹമാണിത്. അപ്പോൾ അങ്ങനത്തെ സമൂഹത്തിൽ CPM-ന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് CPM ഇത് കോൺഗ്രസിനെതിരെ പറയുന്നതിൽ ഞാൻ അവരെ തെറ്റു പറയില്ല. കാരണം അവരിപ്പോൾ ആകെ അടിപടലം പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്ന് പക്ഷേ ജനങ്ങൾ അതൊന്നും അല്ല വിശ്വസിക്കാൻ. വിഷയങ്ങളുണ്ട്. ഈ പരിപാടിയുടെ ഈ വ്യാജത്തിന്റെ നടുക്ക് നിൽക്കുന്ന KPCC അധ്യക്ഷനും മറ്റൊരു MP രാജ്മോഹൻ ഉണ്ണിത്താനുമാണ്. ഉണ്ണിത്താൻ തന്നെ പറയുകയാണ്, ഈ വിഷയം നിങ്ങൾക്ക് ആര് തന്നാണെന്ന് ചോദിക്കുകയാണ്. ഇതാരാണ് ആയുധം കൊടുക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ? സുധീരൻ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, പോലീസിൽ പരാതിപ്പെട്ടു. അത് പക്ഷേ പുറത്തൊന്നും അധികം പേര് അറിഞ്ഞില്ല. ഇന്നലെ മിനിയാന്നൊക്കെയാണ് അറിഞ്ഞത്. ഞങ്ങളെ പോലുള്ളതൊക്കെ പണ്ടേ അറിയാതെ കുപ്പിയിൽ കൊണ്ട് എന്താണ് കോഴിത്തലയോ പൂച്ചത്തലയോ ഒക്കെ കുഴിച്ചിട്ട്, ഇതൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ചില മരമണ്ടന്മാർ ചെയ്യുന്നതിന് എന്തിനാ പാർട്ടിയായിട്ട് കൂട്ടിയിണക്കുന്നത്? ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഏത് പാർട്ടിയും ഇന്ന് വിശ്വാസത്തെയും അവിശ്വാസത്തെയും അംഗീകരിച്ചു പോവുകയാണ്. ദേവസ്വം ബോർഡിൽ എന്തുകൊണ്ടാണ് CPM മന്ത്രിമാർ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ദേവസ്വം എന്ന് പറയുന്നതിൽ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ അവിടെ അഷ്ടമംഗല്യ പ്രശ്നം നടക്കുന്നുണ്ട്, അവിടെ ഒരുപാട് ക്രിയകൾ നടക്കുന്നുണ്ട്, അവിടെ ആചാരങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊന്നും CPM-ന് വിശ്വാസമില്ലല്ലോ. പക്ഷേ CPM പറയുന്നത് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. എന്തിനാണ് അങ്ങനത്തെ ഒരു തട്ടിപ്പ് എന്തിനാണ് കാണിക്കുന്നത്? വിശ്വാസവും അവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഈശ്വര വിശ്വാസി എന്ന് പറയുന്ന ഒരാൾക്ക് കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. നമ്മുടെ നാട്ടിൽ ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ നേതാക്കൾ പോയിരിക്കുന്നു, അതിപ്പോഴും ഇല്ലേ? അപ്പോൾ
അതുകൊണ്ട് പാർട്ടിക്കും ഭയമാണ്. 2 സന്യാസിമാർ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു, 2 സന്യാസിമാർ വന്നപ്പോൾ ആ സന്യാസിമാരെ പരമ്പരാഗത രീതിയിൽ ഫലവും പൂക്കളും കൊണ്ട് സ്വീകരിച്ച മന്ത്രിമാരാണ് CPM ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇക്കടി സുധാകരൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഒന്നുകൂടെ പറയാം. സുധാകരൻ്റെ വീട്ടിൽ 1 വർഷം മുമ്പ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുഴിച്ചിട്ടു എന്ന് ആരോ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സഹായത്തോടെ പുറത്തെടുത്തു. അവർ നടത്തുന്ന സംഭാഷണങ്ങൾ പുറത്തു വന്നു. അത് വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങളാണ് നടപ്പാകുന്നത്. അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ പാർട്ടിയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ചിന്തയുള്ളത്. പാർട്ടിയുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട എന്ന് പറയാൻ കാരണം എന്താ? പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല, KPCCക്ക് ബന്ധമില്ല. ഇത് വ്യക്തിപരമായ കാര്യമാണ്. എത്രയോ നേതാക്കളുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, KPCC ജനറൽ സെക്രട്ടറിമാരുടെ വീട്ടിൽ നടക്കുന്നുണ്ടാവില്ലേ? അതൊക്കെ പാർട്ടിയുമായിട്ട് കൂട്ടിയിണക്കാൻ പറ്റുമോ? ഇവിടെ രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്, CPMൻ്റെ പാലക്കാട് പ്ലീനത്തിൽ അന്ധവിശ്വാസത്തെ എടുത്ത തീരുമാനം എവിടെ വരെയായി? നിയമപരിഷ്കരണ കമ്മീഷൻ ഇങ്ങനെ ശുപാർശ നൽകിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് CPM കൊണ്ടുവരാത്തത്? ഇതിലൊക്കെ എന്താ ഉത്തരവില്ലാത്തത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് കൊണ്ടുവന്ന 2 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിച്ച കർണാടകവും മഹാരാഷ്ട്രയുമാണ്. അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം, സ്ത്രീധന നിരോധന നിയമത്തെ പോലെയൊക്കെ ആയിരിക്കാം. പക്ഷേ കേരളത്തിലെ CPM അത് എന്തുകൊണ്ട് ആർജവം കാണിക്കുന്നില്ല? ഹാഷ്മി, എന്താണ് ബില്ല് അവതരിപ്പിക്കാത്തത്? അപ്പോൾ അവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടി പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഞാൻ പത്തനംതിട്ട എടുത്ത ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്. ശരി സാർ, ഞാൻ അങ്ങയുടെ കോള് കട്ടാണ്. ആ കോള് ശരിയായിട്ട് അങ്ങനെയൊക്കെ എത്താം. ഞാൻ ചോദിക്കുന്നത് ഞാൻ കേൾക്കാതെ ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ കെ അൽകുമാർ, അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരാജയം നേരിട്ട് നിൽക്കുന്നു CPM, നിങ്ങൾ തിരുത്തൽ നടപടിയിലേക്ക് പോകുന്നു, SFI അടക്കം പല പ്രതിസന്ധികളും ഉണ്ടാകുന്നു, അപ്പോൾ കിട്ടിയ ഒരു ആയുധം കയറി പിടിക്കുകയാണോ? SFI പ്രതിസന്ധിയല്ല, SFIക്കെതിരായിട്ടുള്ള നുണപ്രചരണവും പ്രതിസന്ധിയല്ല. പിന്നെ കേരളത്തിലെ CPIM ആദ്യമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത്. ഞങ്ങൾ എത്രത്തോളം തോറ്റു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനപ്പുറം ഞങ്ങൾ തോറ്റു എന്ന് പറയാൻ ആരെങ്കിലും വന്നാൽ അത് തലകുനിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ തോറ്റത് സത്യസന്ധമായി അംഗീകരിച്ച് തിരുത്താനുള്ള നടപടികൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയമായ തിരുത്തലുണ്ട്, സംഘടനാപരമായ തിരുത്തലുണ്ട്, ഭരണപരമായ തിരുത്തലുമുണ്ട്. അത് പാർട്ടി ചെയ്യും. ഇവിടെ കർണാടകത്തിലെ ഒരു ഗവൺമെൻറ്, അത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്, അതിനെ തകർക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നു. ആരാ പറഞ്ഞത്? ഈ K. സുധാകരൻ്റെ രോഗം കേരളത്തിൽ മാത്രമല്ലല്ലോ. കർണാടകത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് കോൺഗ്രസ് കൊണ്ടുവന്നു. എന്നിട്ട് കോൺഗ്രസ് എന്നാ പറഞ്ഞത്? കേരളത്തിൽ പശുവിനെ വെട്ടുന്നു, കാളയെ വെട്ടുന്നു, എന്തിന്? മൃഗബലി നടത്തുന്നു, എന്തിന്? അവിടുത്തെ ഗവൺമെൻറ്റിനെ തകർക്കാൻ. അതാരാ നടത്തിയത്? BJPക്കാരാണോ? അതാരാ നടത്തിയത്? കോൺഗ്രസ്സുകാർ തന്നെയാണോ? അപ്പോൾ കോൺഗ്രസിൻ്റെ പണി ഇതാണ്. ഇവര് ആചാര സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന പറഞ്ഞ പാർട്ടിയാണ്. അതിനൊരു കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഏത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വാഗ്ദാനമാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആചാര സംരക്ഷണ നിയമം കൊണ്ടുവരും. ആ കോൺഗ്രസ് CPMനോട് പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് കൊണ്ടുവരുന്നില്ല? CPMന്റെ നിലപാട് കൃത്യമാണ്. ഇന്നത്തെ നമ്മുടെ ശിക്ഷാ നിയമത്തിൽ ഇത്തരം തെറ്റായ കാര്യങ്ങളെ തടയാൻ ഇപ്പം തന്നെ വകുപ്പുണ്ട്. ഒരു സംശയമില്ല, ഇപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെ തടയാൻ വകുപ്പുണ്ട്. ഇതിൻ്റെ ഭാഗമായ ചൂഷണങ്ങളെ തടയാൻ വകുപ്പുണ്ട്. അതുകൊണ്ട് ബൂർഷ്വാ യുക്തിവാദം CPMന്റെ നയമല്ല. അതായത് യുക്തിവാദം എന്ന് പറയുന്നത് ബൂർഷ്വാ യുക്തിവാദമാണ്. അത് ഞങ്ങളുടെ നയമല്ല. ഞങ്ങൾ ഭൗതികവാദികളാണ്, യുക്തിവാദികളില്ല. നിരീശ്വരവാദം പ്രചരിപ്പിക്കൽ CPMന്റെ പണിയല്ല. അമ്പലങ്ങളിൽ ആരാധന നടത്തുമ്പോൾ അത് വേണ്ടതില്ല എന്ന് പറയുന്നത് ആരാണ്? C. കേശവനാണ്. നെഹ്റു യുക്തിവാദിയാണ്, നെഹ്റു നിരീശ്വരവാദിയാണ്. C. കേശവൻ യുക്തിവാദിയാണ്, C. കേശവൻ നിരീശ്വരവാദിയാണ്. പിണറായി വിജയൻ യുക്തിവാദിയല്ല. ഒരമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകരുമെന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരനായ ഒരു മുഖ്യമന്ത്രിയാണ്. EMS അല്ല, C. കേശവനാണ്. എന്താ അതിൻ്റെ വ്യത്യാസം? EMS അത് പറയാത്തത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് ഒരു ഭക്തിയുള്ള ആരാധനാലയം എന്ന് പറയുന്നത് ആത്മീയമായി മാത്രം നിലനിൽക്കുന്നതല്ല. അത് അതിൻ്റെ കെട്ടിടങ്ങളാവട്ടെ, അവിടെ നടക്കുന്ന മറ്റ് പ്രക്രിയകളാവട്ടെ, അതിൻ്റെ ഭാഗമായി ഭൗതികമായി കൂടെ നിലനിൽക്കുന്നതാണ്. അവിടെ പോകുന്ന വിശ്വാസികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണം, അത് ഭൗതികമാണ്. അതുകൊണ്ടോ അതിൻ്റെ ഭൗതികമായ ഉന്നതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗമായ ദേവസ്വം ബോർഡും അഴിമതി രഹിതമായി പ്രവർത്തിക്കും.
കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഒരു ദേവസ്വം മന്ത്രിയുടെ പേരിൽ ഏത് കേസാണ് ഇപ്പോൾ ഇടി എടുത്തിരിക്കുന്നത്? നിങ്ങളുടെ ദേവസ്വം മന്ത്രിയുടെ കാലത്ത് എന്തായിരുന്നു? ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ദേവസ്വം വകുപ്പ്, കെ രാധാകൃഷ്ണന്റെ വകുപ്പ് അങ്ങനല്ല, ജി സുധാകരന്റെ കാലത്ത് അങ്ങനല്ല, ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പിന്റെ കാലത്ത് അങ്ങനെയല്ല. ഒരു കാര്യം ഞങ്ങൾ അങ്ങനെയാണ് തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കെതിരായിട്ടുള്ള ആക്ഷേപം എന്താണ്? ഞങ്ങൾ ഏതോ പുരോഹിതന്മാരെ സ്വീകരിച്ചു. കേരളത്തിൽ മാർപ്പാപ്പയെ സ്വീകരിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയെ സഖാവ് നയനാരും പിണറായിയും ഉപഹാരം കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു സന്യാസിമാരെ മാത്രം സ്വീകരിക്കുന്നത് ശ്രീകുമാർ സാർ കണ്ടല്ലോ. എത്രയോ മുസ്ലിം പണ്ഡിതന്മാരുമായിട്ട് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ബാബ വരുമ്പോൾ ബാബയെ സ്വീകരിച്ചിട്ടുണ്ട്. വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാർ വരുമ്പോൾ സന്യാസിമാരെ ആദരവോടെ സ്വീകരിക്കും. സന്യാസിമാരെ ആദരവോടെ ഞങ്ങൾ കാണും. സന്യാസിമാർ പറഞ്ഞു കേട്ടില്ലേ? സന്യാസികളെ ഞങ്ങൾ ആദരവോടെ കാണും. എല്ലാ സന്യാസിമാരും ഈ പറയുന്ന പോലെയാണോ? ശ്രീകുമാർ സാർ പറയുന്ന പോലെയാണോ? അവർ ആഭിചാരക്രിയക്കാരാണോ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സുധാകരന്റെ നിലവാരം എന്ത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. VM സുധീരന്റെ നിലവാരം എന്ത്? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. കോൺഗ്രസിന്റെ നിലവാരം എന്ത്? കർണാടകത്തിലെ നിങ്ങളുടെ സിദ്ധരാമയ്യയും DK ശ്രീകുമാർ കോൺഗ്രസിന്റെ നിലവാരം എന്ത്? തെളിവെന്താണ്? ഈ അനിൽകുമാർ സാറിനോട് വളരെ സ്പെസിഫിക് ഒരു ചോദ്യം. അനിൽകുമാർ സാറിനോട് സ്പെസിഫിക്കലായിട്ടൊരു ചോദ്യമാണ്. അതായത് സാർ, ഞാൻ എന്നും CPM വിരുദ്ധനായ എതിർപ്പ് ഒരു വ്യക്തിയാണ്. CPMനോട് യാതൊരു മമതയില്ല. CPMന് വേണ്ടി വോട്ട് ചെയ്തിട്ടില്ല, ഇനി ഒരു പക്ഷേ വോട്ട് ചെയ്യത്തുമില്ല. എനിക്ക് തരൂർജിയെയും നരേന്ദ്രമോദിയും ഒക്കെയാണ് ഇഷ്ടം. പക്ഷേ CPMന് മാത്രം ചെയ്തെടുക്കാൻ കേരളത്തിന്റെ കോണ്ടക്സ്റ്റിൽ കഴിയുന്ന ഒരു കാര്യമാണ് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നന്നായി ചെയ്തെടുക്കാനും കഴിയും. ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട് കണ്ട ഏറ്റവും മികച്ച ദേവസ്വം മന്ത്രിമാരിലൊന്ന് ശ്രീ ജി സുധാകരൻ സാറാണ്. അദ്ദേഹം പറയുന്നതൊക്കെ എന്ത് പറഞ്ഞാലും തനി എന്താ പറയുക, ഹൃദയം ശുദ്ധിയുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ പത്മകുമാർ സാറിന് ദേവസ്വം പ്രസിഡന്റ്, ഇതേപോലെ തന്നെ കോൺഗ്രസിലെ പ്രയാർ സാറും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ CPMകാർക്ക് ചെയ്തെടുക്കാൻ അത് പറ്റും. അത് സോളിഡ് ആയിരിക്കണം. ഉദാഹരണം, എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കുക. അപ്പൊ അതിന്റെ സാമ്പത്തിക ചൂഷണം കുറയും. ഞങ്ങൾ അടക്കമുള്ള വിശ്വാസികൾക്ക് ഈ കാശ് എങ്ങോട്ട് പോകുന്നു എന്ന് ക്ലാരിറ്റി ഉണ്ടാകും. എന്റെ പെറ്റീഷനിലാണ് ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന്റെ താഴെ വരുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. നേരത്തെ ജി സുധാകരൻ സാറും തോമസ് ഐസക് സാറുമാണ് ശങ്കരാചാര്യരെ സ്വീകരിച്ചത്. വലിയ കാര്യമാണ്. അത് തോമസ് ഐസക് സാറിനെ പോലെ ഒരു വലിയ ഇന്റലക്ച്വലും ജി സുധാകരൻ സാറിനെ പോലൊരാളും ചെയ്ത വലിയ കാര്യമാണ്. ശങ്കരാചാര്യ സ്വാമികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ശങ്കരാചാര്യർ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചാണ്. അതൊക്കെ വലിയ കാര്യമാണ്. നമ്മൾ പോസിറ്റീവായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിശ്വാസം എല്ലാം മോശമാണ് എന്നൊരു കാര്യം പറയരുത്. കോൺഗ്രസ്സുകാർ കൊണ്ടുവരുന്ന വിശ്വാസ സംരക്ഷണ നിയമത്തെ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാ? പ്രത്യേകിച്ച് ശബരിമലയുടെ കോണ്ടെക്സ്റ്റിലാണത്. അതായത് ആർട്ടിക്കിൾ 25 ഡയല്യൂട്ട് ചെയ്യാൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ശബരിമല വിധി വന്നത്. അതിനെതിരെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ശക്തമായി പറഞ്ഞു ഇത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ഒരു വളഞ്ഞ വഴിയാണെന്ന്. അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ എല്ലാ വിഷയവും ഇതിൽ കൂട്ടിക്കുറയ്ക്കരുത്. ഹരിപത്തനാപുരം ഇതിപ്പോ ഈ സമയത്ത് പുറത്തു വരുന്നത് ആരോ പാരവണിയാണ് എന്ന് പറഞ്ഞാൽ അത് വേറെന്തോ കൂടോത്രമാണ്. അപ്പൊ ആ കൂടോത്രം ആയതുകൊണ്ട് ഈ വിഷ്വൽ പുറത്തു വന്നു. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു ഇത് നമ്മൾ അറിയാത്ത എത്ര രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ട് കൂടോത്രം വെക്കുന്നുണ്ടാവും, കൂടോത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടാകും. ഇതാണ് ജീവിതമെന്ന് കരുതുന്ന രാഷ്ട്രീയക്കാർ എത്ര പേരുണ്ടാവും ഹരിപത്തനാപുരം? ഹാഷ്മി, ഒരുപാട് പേരുണ്ട്. ഹാഷ്മി എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നില്ല. ഇതിൽ ഞാനൊരു രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറം എനിക്ക് വളരെ തോന്നിയ ഒരു കാര്യം, സുധാകരൻ സാർ അദ്ദേഹം നല്ലൊരു വിശ്വാസിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ ഈ ഒരു കാര്യത്തിൽ, അദ്ദേഹം ശക്തനായ ഒരു നേതാവാണ്, എന്തിനേയും നേരിടാൻ പ്രാപ്തിയുള്ള ഒരു നേതാവാണ്. കേവലം ഒരു കൂടുപാത്രത്തിലേക്ക് അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ അമ്മായിയമ്മ മരുമകൾ അല്ലെ അമ്മായിയപ്പൻ മരുമകൻ അങ്ങനെയൊക്കെയുള്ള പോരുകൾ ഉണ്ടാകുമ്പോൾ കൂടുപാത്രം ചെയ്തു എന്ന് പറഞ്ഞ് തെറ്റിക്കാറുണ്ട്. ഇതിൽ ഈ കോൺഗ്രസിനുള്ളിലെ ഏതെങ്കിലും തരത്തിലുള്ള കലാപത്തെ കൂടുതൽ രൂക്ഷമാക്കാൻ ആരോ ഒരാൾ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ആ സുധാകരൻ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിതിലെ വിഷമം രാഷ്ട്രീയമായ കാര്യമല്ല ഹാഷ്മി. ഇപ്പൊ ഇതിന് താഴെ നിങ്ങൾ കമന്റ് പരിശോധിച്ചാൽ, ഇപ്പൊ ഞാനാണെങ്കിലും ശ്രീ രാഹുൽ ഈശ്വർ ആണെങ്കിലും പറഞ്ഞത് എന്താ, ഹിന്ദു ആചാരം അല്ല ഇതൊരു അനാചാരമാണ്. നമ്മൾ ഹിന്ദു ആചാരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഹാഷ്മി ഇത് സംസാരിക്കുന്നത്. ഇതിന്റെ താഴെ കമന്റ് നോക്കിയാൽ ഒരു വിഭാഗം ആളുകൾ നിനക്കൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ വേറെ പണിക്ക് പൊക്കൂടെ. ഇവിടെയാണ് പ്രശ്നം. ഈ സുധാകരൻ സാറൊക്കെ ചെയ്തതാണ് ശരിക്കും വിശ്വാസമെന്നും ശരിക്കും ആചാരമെന്നും ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് പിന്തുണ കിട്ടാൻ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കൂ. നിങ്ങൾ താഴെ കമന്റ് പരിശോധിച്ചാൽ നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ വേറെ പണിക്ക് പൊക്കൂടെ. നമ്മൾ വിശ്വാസത്തിനെതിരല്ല പറഞ്ഞത്. ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഈ പറയുന്നത് പോലെയുള്ള അനാചാരങ്ങളല്ല ഇതിലൂടെ പറയുന്നത്. എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ ആചാരങ്ങളിൽ പറയുന്നുണ്ട്. ഇതിൽ പാവപ്പെട്ട ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ആരോ പണം അടിച്ചിട്ടുണ്ട്. ആശ്രമത്തിൽ ഏറ്റവും തമാശ,
ഈ മനുഷ്യന്റെ ഇന്ന് എത്രയോ പൈസ ഈ പറയുന്ന ആള് മേടിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഈ കൂടുപാത്ര എടുത്ത ആള് മേടിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പോയി മേടിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് കണ്ടെത്തണമെങ്കിൽ സുധാകരൻ സാർ ധൈര്യപൂർവ്വം ഒരു പരാതി കൊടുക്കുക. കാരണം ഇത് വെച്ചത് ആരാണെന്ന് ഒരു പരാതിയിലൂടെ അന്വേഷണത്തിലൂടെ കണ്ടെത്താം. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ഇത് എടുത്ത ആളെ ചോദ്യം ചെയ്യും. അപ്പൊ ഇതിന്റെ കല്ലും നെല്ലും പതിരും ഒക്കെ വരും പുറത്ത്. വി എം സുധീരന്റെ കാര്യത്തിലും അവിടെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് കേട്ടു. ഇതിപ്പോ രാജ്മോഹൻ ഉണ്ണിത്താനോടാണ് കേസ് സുധാകരൻ പറയുന്നത്. ഹരി, ഇത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരാണ്. ഇപ്പൊ കോമണ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടേക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാകാം ശ്രീ ഹരിപത്തനാപുരം? ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നേതാവാണ്, നല്ല പ്രാസംഗികനായിട്ടുള്ള ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തോടൊരു വിഷമം തോന്നിയ കാര്യം, കുറച്ചു മുമ്പ് ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ കൂടുപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. വിശ്വാസിയാണെന്ന് പറഞ്ഞ എല്ലാം ശരിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ കൂടുപാത്രത്തേക്ക് ഞാൻ നിഷ്പ്രഭമാക്കിയത് കൊണ്ടല്ലേ ഞാൻ ജയിച്ചതെന്ന്. പക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം ആ മഹാനായ മനുഷ്യൻ ജയിച്ചത് അങ്ങനെയല്ല. അദ്ദേഹത്തെ ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടും അദ്ദേഹത്തെ ജനങ്ങൾ പിന്തുണച്ചത് കൊണ്ടും ജനങ്ങൾക്ക് വിശ്വാസം നേടിയെടുത്തത് കൊണ്ടുമാണ്. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു വിശ്വാസിയാണ് കാശ്മി. വിശ്വാസികളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ഇടനിലക്കാരുണ്ട്. അത് ശ്രീ രാഹുൽ ഈശ്വറിനും അറിയാം, എനിക്കും അറിയാം. കാരണം ഞങ്ങൾ വിശ്വാസത്തിനുള്ളിൽ നിൽക്കുന്നവരാണ്. ആ ഇടനിലക്കാരായ ക്രൂരന്മാർ ഇത് വലിയ ആളുകളായതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളെ ഇവർ നശിപ്പിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു നിലപാടെടുക്കണം. രാഹുൽ ഈശ്വർ എന്ത് പറയാനുണ്ട്? പറഞ്ഞാട്ടെ. പറയൂ. ഒരു വരി കൂടെ ഹാഷ്മിക്ക് ഓർമ്മ കാണും. നമ്മുടെ കന്നഡയിലെ ജയമാല എന്ന നടിയുടെ വീട്ടിൽ പോയി ഇവിടത്തെ ഒരു സോക്കോൾഡ് ഇതേപോലൊരു ദിവ്യൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു, നിങ്ങൾ അതിനകത്ത് കയറിയെന്ന്. എന്നിട്ട് ആ പാവ സ്ത്രീയെ ചൂഷണം ചെയ്ത് അവരെ കൊണ്ട് എഴുത്തെഴുതിപ്പിച്ചാണ് ഇയാളുടെ ഈ 100 കോടി രൂപയുടെ പ്രോജക്ട് ശബരിമലയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയത്. ഇങ്ങനെയുള്ളവരല്ല, ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. എനിക്ക് അയ്യപ്പനിൽ അഗാധമായ വിശ്വാസമുണ്ട്. പക്ഷെ നമ്മളാരും പറ്റിപ്പോ ചൂഷണത്തിനോ നിൽക്കുന്നവരല്ല. അങ്ങനെ നിൽക്കുന്നവരെ തടയാനും തളയ്ക്കാനും തമ്മിലൊരു മെക്കാനിസം ഇല്ല. അപ്പൊ അനിൽകുമാർ സാർ ഞങ്ങളെ രണ്ടിനെ ഒരുപോലെ കാണരുത്. ഞാനും അനിൽകുമാർ സാറും 100 വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഉപയോഗിച്ച് ക്രിമിനൽ കുറ്റം ചെയ്തവർ, സാമ്പത്തിക കുറ്റം ചെയ്തവർ, അങ്ങനെ വേറൊരു വിഭാഗമുണ്ട്. അപ്പം വിശ്വാസികളെല്ലാം മോശമാണ്, ഞങ്ങൾ സഹിക്കുകയാണ് എന്നല്ല. അന്ധവിശ്വാസികളുണ്ട്, അവയിൽ ക്രിമിനലുകളുണ്ട്, ആസാറാം ബാപ്പുമാരുണ്ട്. അവരെ നിങ്ങൾ വേർതിരിച്ചറിയുന്നില്ല ഞങ്ങളിൽ നിന്ന്. അതാണ് ഞങ്ങളുടെ വിഷമം. സി എൻ ശ്രീകുമാർ ഇവിടെ ഇത് മാത്രമല്ല ഉള്ളൂ. നേരത്തെ മോൻസൻ മാവുങ്കലിന്റെ അടുത്ത് എന്തോ ത്വക്ക് രോഗ ചികിത്സയ്ക്ക് പോയിട്ടുള്ള ആളാണ് നമ്മുടെ KPCC അധ്യക്ഷൻ. പിന്നെയും ബാക്ക് ടു ബാക്ക് ഇത്തരം സംഭവങ്ങൾ വിശ്വാസമുള്ള ആളാണ് എന്ന് തെളിയുമ്പോൾ, അത് അദ്ദേഹം തന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ, ഉണ്ണിത്താൻ അതിന് സാക്ഷ്യം പറയുമ്പോൾ, CPM അത് രാഷ്ട്രീയമായുധമാക്കുന്നത് അവരുടെ പണി അതല്ലേ സാർ? അവരുടെ ജോലി അത് തന്നെ ആണല്ലോ ശ്രീകുമാർ. നോക്കൂ ഹാഷ്മി, ജോൺസൺ മാവുങ്കലിൻ്റെ ശ്രീ സുധാകരൻ പോയ കഥയൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇവിടെ സുധാകരൻ്റെ വീട്ടിൽ കുഴിച്ചിട്ട ഒരു സംഭവങ്ങൾ അവർ തിരിച്ചെടുത്തു എന്നുള്ളതാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ആ തിരിച്ചെടുത്ത കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സാധാരണ കോൺഗ്രസ്സിലെ എല്ലാ വിശ്വാസികളും ഉണ്ട്. ആ വിശ്വാസികളൊക്കെ കോൺഗ്രസിലുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ സ്വാമിമാരെ മന്ത്രിമാർ സ്വീകരിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അനിൽകുമാർ ചോദിച്ചു എന്താ സ്വീകരിച്ചാലെന്ന്. അതല്ല ഞാൻ പറഞ്ഞതല്ല, മുഴുവൻ കേൾക്കണമായിരുന്നു. അതായത് പരമ്പരാഗതമായ രീതിയിൽ ഫലങ്ങളും പൂക്കളും തട്ടിൽ വെച്ചുകൊണ്ട് ഹൈന്ദവ രീതിയിൽ അവരെ സ്വീകരിച്ചു. അത് സ്വീകരിച്ച് ഞാൻ പറയാൻ കാരണം സ്വീകരിച്ചതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്താനല്ല. AK ആന്റണി പണ്ട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കാഞ്ചി മഠാധിപതി അദ്ദേഹത്തെ വന്നപ്പോൾ അദ്ദേഹം പീഠത്തിലിരുന്നു, ആന്റണി നിലത്താണിരുന്നത്. അന്ന് മുഖ്യമന്ത്രി നിലത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചവരാണ് ഒരു കൂട്ടര്. അപ്പോൾ ആ ബഹളം വെച്ചത് അന്ന് എന്തിനാണ്? അത് അന്നത്തെ ആചാരമാണ്, സ്വാമിയുടെ പീഠം എന്നുള്ള ആചാരമാണ്. അതുപോലെ ആചാരമാണ് ഇവിടെയും ഈ മന്ത്രിമാർ കാണിച്ചതെന്ന് സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. അതൊന്നുകൂടെ വിശദമാക്കാൻ എനിക്ക് അവസരം തന്നതിൽ നന്ദിയുണ്ട്. പിന്നെ ഹാഷ്മി, ഇത് നേരത്തെ ചോദിച്ച ചോദ്യം, ശ്രീ സുധാകരനാണെങ്കിലും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താണെങ്കിലും അവരുടെ വിശ്വാസം കൊണ്ട് നടക്കട്ടെ, അതിലെന്താ തെറ്റുള്ളത്? ആ വിശ്വാസത്തെ ഇന്ന് ഈ മണിക്കൂർ വരെ അവരെ പാർട്ടിയായിട്ട് കൂട്ടിയിണക്കിയില്ലല്ലോ. സുധാകരൻ പറഞ്ഞോ പാർട്ടിക്കാരാണ് ചെയ്തതെന്ന്? എനിക്ക് ഈ പാർട്ടിയിലെ ആരെങ്കിലും അവിശ്വാസം ഉണ്ടെന്ന് സുധാകരൻ പറഞ്ഞോ? ഇല്ലല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനാവുകയല്ലേ ചെയ്തത്? ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ, ഒരു MP, ഇത്തരം ആഭിചാര കർമ്മങ്ങൾ കണ്ടെടുക്കാൻ പൂജാരിയുമായി എത്തുന്നു. ഉച്ചാടകൻ്റെ റോളിൽ, എക്സോർസിസ്റ്റ് എന്നൊക്കെ വീഡിയോ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കുറേ വീഡിയോകൾ വരും. ആ റോളിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് അപഹാസ്യതയല്ലേ ശ്രീകുമാർ? എന്നിട്ട് എനിക്കതിൽ വിശ്വാസമുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണ്. അറ്റ്ലീസ്റ്റ് പറയാതെങ്കിലും ഇരുന്നൂടെ?
അല്ല ഹഷ്മി, അതിന് വേറൊരു കാര്യമുണ്ട്. കോൺഗ്രസ്സുകാരൻ ഒരിക്കലും, വിശ്വാസിയായ കോൺഗ്രസ്സുകാരൻ ഒരിക്കലും രണ്ട് അഭിപ്രായം പറയില്ല, അവസരവാദം കാണിക്കില്ല. എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് ആ ഭരണപരമായ കാര്യങ്ങൾ നോക്കാനാണ് പറയുന്നു എന്ന സ്വഭാവം കോൺഗ്രസ്സുകാർക്കില്ല. കോൺഗ്രസിന്റെ നേതാവാണ് ഉണ്ണിത്താൻ, അദ്ദേഹം വളരെ അടുത്ത വിശ്വാസിയാണ്. അദ്ദേഹം പറയുന്നു ഞാൻ വിശ്വാസം അല്ലെന്ന് പറയാണ് ഹരിപത്തനാപുരം രാഹുൽ വിശ്വാസമല്ല എന്ന് പറയാണ്. ഇതിന് വിശ്വാസം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. അല്ല വെയിറ്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യൂ. ഇത് അല്ല വെയിറ്റ് ചെയ്യൂ. അതായത് കോൺഗ്രസിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് നിങ്ങൾ പാർട്ടിയുമായി കൂട്ടിയിണക്കരുത്. ഏതെങ്കിലും എം പിയോ എം എൽ എമാരോ ആരെങ്കിലും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ ചെല്ലു മുഹൂർത്തം നോക്കും, അതുപോലെ പത്രിക കൊടുക്കുമ്പോൾ ചെല്ലു മുഹൂർത്തം നോക്കും. ചെല്ലു മുഹൂർത്തം നോക്കില്ല. ഹഷ്മി, ഞാനൊരു കാര്യം പറയാം, ഞാനൊരു വിശ്വാസിയല്ല. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ പറയാം, കോൺഗ്രസ്സിൽ വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് കോൺഗ്രസ്സിൽ മാത്രമല്ല, CPM-ലും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടല്ലേ പാലക്കാട് പ്ലീനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ കൂടോത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട. ഇതൊരു രാഷ്ട്രീയ ചർച്ച, സമൂഹ ചർച്ച, ഭരണപരമായ ചർച്ചയായിട്ട് മാറട്ടെ. കാരണം ഈ നവോത്ഥാന കേരളമല്ലേ, നവകേരളമല്ലേ. അപ്പം നമ്മൾ ഈ നവകേരളത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ വിശ്വാസങ്ങൾ കൂടുന്നു എന്ന് ചോദിച്ചാൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. അവിടെയാണ് ഞാനത് പറയാൻ കാരണം. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് വന്നാൽ അദ്ദേഹം പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന ആളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ നാളെ ആരെങ്കിലും തീരുമാനിക്കുമോ? ഇല്ല, അത് അപ്പുറത്തെ പാർട്ടിയിലും കാണും. നേരെ മറിച്ച് അത് പരസ്യമായി പറയണോ രഹസ്യമായി പറയണോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ വിചാരം. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താനുള്ള കോൺഗ്രസ് നേതാവ് അദ്ദേഹം പറഞ്ഞു വിശ്വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കൂടോത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അപരനെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ ഒരു സംഗതി ചെയ്യാണ്. അതിന് വിശ്വാസമായിട്ട് എങ്ങനെ കൂട്ടിക്കിടക്കുക? ഒരു മിനിറ്റ് പറയട്ടെ. അതായത് കൂടോത്രം എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് പ്ലീസ് വെയിറ്റ് ചെയ്യൂ. ഒരു മിനിറ്റ്. ഈ കൂടോത്രം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരു കോമഡിയാണെന്ന്. ഞാനിതൊരു കൗതുകമായിട്ട് എടുക്കുന്നത്. കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിക്കൊട്ടെ. അത് നമ്മളെ കൂടോത്രത്തിൽ ആർക്കും വിശ്വാസം ഉണ്ടാകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസ് കൂടോത്രത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടോത്രം ചെയ്യാനായിട്ടാണ് വിചാരിച്ചു നോക്കി. ഞാൻ വന്ന് ശ്രീകുമാരേട്ടന്റെ വീട്ടിൽ വന്ന് വെക്കുക, ഞാൻ വന്ന് അനിൽകുമാറിന്റെ വീട്ടിൽ വെക്കുക, അനിൽകുമാർ ഒന്ന് ഹരിപത്തനാപുരത്തിന്റെ വീട്ടിൽ കൂടോത്രം വെക്കുക. അതെന്തൊരു പോക്കാവോ സർ? അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ ശ്രീകുമാർ? അല്ല ഹഷ്മി, അത് പാടില്ല. അത് പാടില്ല. എന്താണെന്നറിയോ? അത് പാടില്ല, ശരിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ കൂടോത്രത്തെക്കുറിച്ച് പറയുന്നത് തെറ്റാണ്. കാരണം യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ കൂടോത്രത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. വിശ്വസിക്കുന്ന ആളെ കുറിച്ച് നമുക്കൊന്നും പറയാൻ തുറന്നു പറയാം. ഞാൻ അതാണ് പറയാൻ വന്നേ. ശ്രീ ശിവകുമാർ സാർ അങ്ങ് പറയുന്നത് മുഹൂർത്തം നോക്കുന്നു, അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനും ശ്രീ സുധാകരൻ സാറും വിശ്വാസികളാണ്, അതുകൊണ്ട് ഇത് ചെയ്യാമെന്ന് പറയുന്നതിൽ സാർ രാഷ്ട്രീയമായി ഇതെടുക്കരുതെന്ന് പറയുന്നതിന് ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ സാർ ഇതിലൊരു അപകടമുണ്ട് സാർ. ഈ സുധാകരൻ സാർ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല. വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ കൂടോത്രം ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ വളരെ മാന്യമായിട്ട് ഇതിനെ രാഷ്ട്രീയമായി കൂട്ടിയിണക്കി, ബില്ലുമായി കൂട്ടിയിണക്കി വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത്. ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടോത്രം നടത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത് പ്ലീസ്. അല്ലല്ല, ഞാൻ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അത് പറയാത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപെടും. ഒരിക്കലും ഇത് വിശ്വാസത്തിന്റെ ഭാഗമായോ ആചാരത്തിന്റെ ഭാഗമായോ ഉള്ള കാര്യമല്ല. അങ്ങാണെങ്കിലും ആരാണെങ്കിലും വിശ്വാസികളായതുകൊണ്ട് അവർ അവരുടെ വിശ്വാസമാണ് കൂടോത്രം എന്ന് ചിന്തിക്കുന്നതിൽ ഒരു അപകടമുണ്ട്. സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണെങ്കിൽ പ്രശ്നമില്ല സാർ. ഈ സുധാകരൻ സാറോ രാജ്മോഹൻ ഉണ്ണിത്താൻ സാറോ അവര് ജനപ്രതിനിധികളാണ്. ഒരുപാട് ആളുകൾ അവരെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അവരിതിൽ വിശ്വസിക്കുന്നു എന്ന് വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതും ആചാരത്തിന്റെ ഭാഗമാണ്, ഇതും വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിക്കും. ഇതിന്റെ അപകടം കുറെ ഈ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ക്രിമിനലുകളായിട്ടുള്ള കുറെ ആളുകൾ ഈ വിശ്വാസികളെ ചൂഷണം ചെയ്യപ്പെടും. ഇത് ഹൈന്ദവ വിശ്വാസത്തിൽ മാത്രമല്ല, ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രൈസ്തവ സമൂഹത്തിലാണെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് വ്യക്തിപരമായി അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ആചാരമായിട്ടോ വിശ്വാസമായിട്ടോ കൂട്ടിയിളക്കരുത്. ഇത് അനാചാരമാണ്. ഇത് ഒരു കാരണവശാലും പിന്തുടരാൻ കഴിയില്ല. അവരൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അത് അവർ ചിന്തിക്കാതിരുന്നിടത്താണ് സാർ വിമർശനം. അല്ലാതെ ഇതിനൊരു രാഷ്ട്രീയ വിമർശനത്തിനുള്ളൊരു വേദിയാക്കുന്നതിനോട് എനിക്കും യോജിപ്പില്ല. ശ്രീ കെ അനിൽകുമാർ, നേരത്തെ ശ്രീ ശ്രീകുമാർ സാറും രാഹുൽ ഈശ്വറും നേരത്തെ അന്ധവിശ്വാസ നിരോധന ബില്ലിനെ കുറിച്ച്, ആ നിയമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഒരു ഘട്ടത്തിൽ
എന്താണ് 7 വർഷം വരെ തടവ് അനാചാരം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ 5,000 മുതൽ 50,000 രൂപ വരെ പിഴ തുടങ്ങി അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരെ എത്തിയെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്താണ് അതിൻ്റെ ഫോളോ അപ്പ് എന്ന് അങ്ങേക്ക് അറിയുമോ ശ്രീ അനിൽകുമാർ? അല്ല, ആചാര സംരക്ഷണ നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കൂട്ടരുണ്ടല്ലോ. അപ്പോൾ KPCC നിലപാട് വ്യക്തമാക്കട്ടെ, പ്രതിപക്ഷം ആവശ്യപ്പെടട്ടെ, സതീശൻ ആവശ്യപ്പെടട്ടെ. പ്രശ്നം അവർ തമ്മിലല്ലേ തീർപ്പാക്കേണ്ടത്. ഇതിൻ്റെ പിന്നിൽ VD സതീശനാണ് അല്ലെ മറ്റേത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും ഇടതുപക്ഷത്തിനാരും പോയി ചെയ്ത കാര്യമല്ലല്ലോ. BJPയെക്കുറിച്ച് ഇക്കാര്യത്തിൽ സംശയം ഞാൻ കേട്ടില്ല. അപ്പോൾ ഒന്നുകിൽ സതീശനാവാം, ഇല്ലെങ്കിൽ ഉണ്ടിത്താൻ അറിയാതിരിക്കാം. അപ്പോൾ സതീശനാണോ അല്ലയോ എന്നുള്ളൊരു സംശയം അവശേഷിപ്പിക്കേണ്ട, ഒരു പരാതിയും കൊടുത്തത്. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയുടെ ഭാഗമായിട്ട് ഒരു നിയമം കൊണ്ടുവരണം എന്ന് KPCCക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ഞങ്ങളാരും കയ്യെ പിടിച്ചിട്ടില്ലല്ലോ. പിന്നെ സുധാകരൻ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ടതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഹാത്രസിൽ പോയിട്ട് അവിടെ ഒരാളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലെ മണ്ണെല്ലാം കൂടെ എടുത്തിട്ട് തലയെ ചുമന്ന് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ 216 പേര് മരണപ്പെട്ടത്. അപ്പോൾ ഈ നിയമം കേരളത്തിലല്ല, ഇന്ത്യയിലാണ് അത്യാവശ്യം, നമ്മുടെ രാജ്യത്താണ് അത്യാവശ്യം. അങ്ങനെ രാജ്യമാകെ അത്യാവശ്യമുള്ളപ്പോൾ കർണാടകത്തിൽ ഇത് ബാധകമാക്കണം. കാരണം കർണാടകത്തിൽ നിന്ന് കർണാടക സർക്കാരിനെതിരെ കേരളത്തിൽ വെച്ചാണ് മൃഗബലി നടത്തിയെന്ന് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഈ ശിവകുമാർ തമ്മിൽ തർക്കമുള്ളത്. അവിടെ മുഖ്യമന്ത്രിയാകാൻ തർക്കമാണ്, അവിടെയും കൂടോത്രമാണ്. സിദ്ധരാമയ്യെ മാറ്റാൻ ശിവകുമാറുണ്ട്, ശിവകുമാറിനെ മാറ്റാൻ സിദ്ധരാമയ്യുണ്ട്. രണ്ട് കൂട്ടരുടെയിലും കൂടോത്രക്കാരുണ്ട്. അതൊരു കൂടോത്ര കോൺഗ്രസ്സാണ്. അപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് കൂടോത്ര കോൺഗ്രസ്സാണ്, സതീശൻ്റെയും സുധാകരൻ്റെയും കോൺഗ്രസ് കൂടോത്ര കോൺഗ്രസ്സാണ്. ഇതിൻ്റെ വ്യക്തത വരുത്തണമെങ്കിൽ ചോദ്യം ഇതാണ്: ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് കേരളത്തോട് സത്യം പറയണം. അതൊക്കെ ഒരു MP ആണ്, മറച്ചു വെക്കരുത്. ഇത് നിയമപരമാണോ നിയമവിരുദ്ധമാണോ? നിയമപരമാണെങ്കിൽ അദ്ദേഹം പറയുന്നത് നിയമപരമായൊരു കൂടോത്രത്തിൽ ഞാൻ പങ്കെടുത്തു, അല്ല ഞാനതിൽ ഇടപെട്ടു, അത്രേ ഉള്ളൂ, എനിക്കതിൽ പരാതിയില്ല. അദ്ദേഹം വ്യക്തമാക്കട്ടെ. നിയമവിരുദ്ധമാണെങ്കിലോ? നിയമവിരുദ്ധമാണെങ്കിൽ അദ്ദേഹം പരാതി കൊടുക്കണം. പരാതി കൊടുത്താൽ സർക്കാരിന് ഇടപെടാൻ പറ്റും. സതീശനാണ്, സതീശനെ പിടിക്കാം. സതീശനല്ലെങ്കിൽ സതീശനല്ല, മറ്റേ ആലപ്പുഴയിലെ വിഷയത്തിൻ്റെ വൈരാഗ്യമല്ല എന്ന് വേണേൽ പറയാം. അതൊക്കെ തന്നെ കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ചെന്ന് നിൽക്കുന്ന നിലവാരം എത്രയാണ്, അധപ്പതനത്തിൻ്റെ ആഴം. കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാരാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇത്രയും തല്ലുകൂടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 8 കൊല്ലമായി തോറ്റു തൊപ്പിയിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർ കൂടി ഇത്രയും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നാട്ടിലെ ആളുകളെ കേരളം ഏൽപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ശ്രീകുമാർ, ഇതിൽ KPCCയുമായി കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയുമോ? KPCCയുടെ അധ്യക്ഷൻ തന്നെ നിൽക്കുമ്പോൾ അത് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം അതിനെ എന്താണ് സത്യമാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതാരാണ് പുറത്തുവിട്ടതെന്ന് പറയൂ എന്ന ദുരൂഹം നിർത്തുമ്പോൾ പാർട്ടി മറുപടി പറയണമെന്ന് പറയുന്നത് KPCC അധ്യക്ഷനാണ്. അദ്ദേഹം ഒരു കക്ഷിയായി നിൽക്കുമ്പോൾ VD സതീശനോ പ്രധാനപ്പെട്ട നേതാക്കൾ എന്താണ് ഇതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കേണ്ടതല്ലേ ശ്രീകുമാർ? അല്ല, ശ്രീ VM സുധീരൻ പോലീസ് കേസ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കുഴിച്ചിടൽ നിന്നു. അതുപോലെ ശ്രീ K സുധാകരൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് കേസ് കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ വീട്ടിലത്തെ കാര്യമാണ്, KPCC ഓഫീസിലെ കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലത്തെ കാര്യം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് കേസ് കൊടുക്കാം. അതുപോലെ നാളെ അദ്ദേഹത്തിന് പറയാം ഇതിൻ്റെ വലിയ രാഷ്ട്രീയം ഇല്ലെന്നൊക്കെ പറയാം. അതൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ കൂടോത്രം എന്നുള്ളതിൻ്റെ പേരിൽ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. എന്തായാലും കൂടോത്രം എന്ന് പറയുന്നത് ഉന്മൂലനം ആണല്ലോ ഹാഷ്മി. അതിൻ്റെ ഒരു അന്തിമമായിട്ട് എന്താ ഉന്മൂലനം? അത് ഉന്മൂലനം ഏത് രീതിയിൽ വേണമെങ്കിൽ ആവാമല്ലോ. ചിലർ കൂടോത്രത്തിൽ കൂടി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു, വേറെ ചിലർ അല്ലാതെ ചില ഉന്മൂലന സിദ്ധാന്തം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിന് കൂടോത്ര കോൺഗ്രസ് എന്ന് പറയുമ്പോൾ, അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ, ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനം ഇന്ന് CPM അടക്കം CPI അടക്കം ഉൾക്കൊണ്ട ഒരു മുന്നണിയെ പാർലമെൻറ്റിൽ നയിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? അയോധ്യയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ശിവനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം ഓരോ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞൊക്കെ ശ്രീ അനിൽകുമാർ കേട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു കൂടോത്രത്തിൻ്റെ പേരിൽ കോൺഗ്രസിനെ ആക്ഷേപിക്കാതെ കൂടോത്രം നടത്തുന്നവരെ പിടികൂടാനായിട്ട് നിയമപരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശിച്ച നിയമം നടപ്പാക്കാൻ ശ്രീ അനിൽകുമാർ, താങ്കൾ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ? പാലക്കാട് പ്ലീനം നടപ്പാക്കിയോ എന്ന് ചോദിക്കാം. അതുപോലെ ഈ നിയമം നടപ്പാക്കാം, ബില്ല് അവതരിപ്പിക്കാൻ പറയാം. ഇതൊക്കെ താങ്കൾക്ക് ചെയ്യാം. കോൺഗ്രസ്സുകാർ വിശ്വാസികൾ കൂടുതലാണെന്നുള്ള ശരി, കൂടോത്ര വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവരത് തിരുത്തണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. കൂടോത്രം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. കോൺഗ്രസ് കൂടോത്രത്തിൽ വിശ്വസിക്കുന്നുമില്ല, കൂടോത്രം കോൺഗ്രസ് ആര് ചെയ്യുമില്ല. ഏതെങ്കിലും ഒരു മണ്ടം പോയിട്ട് ഇങ്ങനെ സുധാകരനെ ഉന്മൂലനം ചെയ്യാമെന്നുള്ള ധാരണയിൽ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ മണ്ടത്തരം എന്നല്ലാണ്ട് എന്ത് പറയാനാ ഹാഷ്മി? പക്ഷേ അത് ചർച്ചയാക്കിയത് നന്നായി.
നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ CPM-ന്റെ ഇക്കാര്യത്തിലുള്ള അവസരവാദപരമായ സമീപനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ സുധാകരനോട് ചോദിച്ചോളൂ. നാളെ നിങ്ങൾക്ക് സുധാകരനോട് ചോദിക്കാം എന്താണ് തീരുമാനം എന്ന് ചോദിക്കാം. സതീശൻ പറഞ്ഞല്ലോ ഞാൻ ഈ വിഷയമേ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത്ര ഗൗരവത്തിലില്ല. ഈ വിഷയം തള്ളിക്കളേണ്ട വിഷയമാണെന്ന് ചോദ്യം ശ്രീകുമാർ. അങ്ങനെ ഒരു ഗൗരവമില്ല, തള്ളിക്കളേണ്ട ഒരു വിഷയമാണെന്ന് ചോദിക്കുന്നത്. ഭരണഘടനയിൽ പറയുന്ന സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറയുന്ന നെഹ്റുവിന് ലെഗസി അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിലെ ഒരു അധ്യക്ഷതയെ കൂടോത്രം അദ്ദേഹത്തിന് വിശ്വാസം എന്നൊക്കെ പറയുന്നത് അങ്ങനെ തള്ളിക്കളേണ്ട ഒരു വിഷയമാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ശ്രീ കേൾക്കുമാർ എന്താണ്? അല്ല, ഈ കേരളത്തിലെ സർക്കാർ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണപ്പായിട്ട് വന്നാൽ സതീശൻ എന്നെ പറയും ഗവർണർ ഒപ്പിടരുത്. അതുകൊണ്ട് സതീശൻ പറയട്ടെ ഇങ്ങനൊരു നിയമം സുധാകരൻ്റെ ഈ വിഷയത്തിനകത്ത് ഒരു കൂടോത്രം കണ്ടെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ KPC പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ അശക്തനാണ്, അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റുന്നില്ല. കൂടോത്രത്തിൻ്റെ ശക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് നാവിറങ്ങിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് നാക്ക് തിരിച്ചു കിട്ടാൻ എന്ത് വേണം? ഒരു നിയമനിർമ്മാണമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയട്ടെ. ഞാൻ പറയുന്നത് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വരണം. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായ KPC പ്രസിഡന്റിനെതിരായി ഒരു കൂടോത്ര പ്രയോഗം നടത്തി ശരിയാണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ആ കൂടോത്ര പ്രയോഗം നടത്തിയവരെ പുറത്തു കൊണ്ടുവരണ്ടേ? അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. മൂന്നാമത്തെ കാര്യം, ആ കൂടോത്ര പ്രയോഗത്തിലൂടെ കെ സുധാകരനെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചത്? കാല് കണ്ടെടുത്തു, കൈ കണ്ടെടുത്തു, തല കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സുധാകരനിൽ നിന്ന് ലക്ഷക്കണക്കിന് പൈസ കൊണ്ട് ചില ആളുകൾ പോയി. സുധാകരനെ വിഡ്ഢിയാക്കി, അപമാനിച്ചു. സുധാകരനെ പോലൊരു മനുഷ്യനെ ഇതുപോലെ വിഡ്ഢിയാക്കിയിട്ടുണ്ടോ? അന്തസാര ശൂന്യനായ ഒരാളാക്കി മാറ്റി. മോൺസൺ മാവുങ്കലിന്റെ അടുത്ത് പോയതിന് പിന്നെ വേറെ കാര്യമുണ്ടെന്ന് പറയാം. ഇതിനെന്ത് പറയാൻ പറ്റും? ശരി, നമ്മുടെ അവസാനം ശ്രീ ഹരി പത്തനാപുരം, ഇപ്പൊ നമ്മുടെ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ പറഞ്ഞ ക്ഷുദ്രം, മാരണം, കൂടോത്രം എന്നൊക്കെ കേട്ട് പേടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള 2 വാക്കിലെ മറുപടി എന്താണ്? അങ്ങനെ ക്ഷുദ്രവും ആഭിചാരവും ഒക്കെ ചെയ്ത് നശിപ്പിക്കാൻ പറ്റുമെങ്കിലേ നമ്മുടെ ശത്രു രാജ്യത്തിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവരെ മുട്ടയിൽ എന്തെങ്കിലും ചെയ്തിട്ട് എറിഞ്ഞാൽ പോരെ. അത് മാത്രമല്ല, എന്നും മന്ത്രവാദികൾക്കെതിരെ പറയുന്ന എന്നെ ഇത്ര വർഷമായിട്ടൊന്ന് കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ലല്ലോ. സുധാകരൻ സാർ ഇത് വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നമുണ്ടായത്. ഞാൻ പറയുന്നത് അദ്ദേഹം പരാതി കൊടുക്കണം. കാരണം ഇത് കണ്ടെടുത്ത ആളിനെയും ഇതെടുത്ത ആളിനെയും ഒക്കെ പിടിക്കപ്പെടണം. കാരണം അവര് ജനപ്രതിനിധികളാണ്, സാധാരണ ആളുകളല്ല. അവര് ഇത് വിശ്വസിക്കുന്നു എന്ന് തോന്നിയാൽ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ ഇത് വിശ്വസിക്കും. പിന്നെ ഇത് കേവലം ഈ നിയമങ്ങളൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമല്ല. കാരണം എല്ലാ മതവിശ്വാസത്തിന്റെയും ഭാഗമായി ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് കഴിഞ്ഞ ദിവസം ആരോ ഒരു പെൺകുട്ടി, ചെവി കേൾക്കാത്ത പെൺകുട്ടിക്ക് ചെവി കേൾപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ വീഡിയോ കണ്ടു. അപ്പം എല്ലാ വിശ്വാസങ്ങളിലും ഉണ്ട്. അപ്പം പെട്ടെന്ന് ഇതൊന്നും നടപ്പാക്കാൻ സാധിക്കില്ല. ഇതിന് ബോധവൽക്കരണമാണ് ആവശ്യം. പുറത്ത് നിൽക്കുന്ന ആളുകൾ പറഞ്ഞാൽ ഇത് വിശ്വാസികൾ മുഖവിലേക്ക് എടുക്കില്ല. വിശ്വാസത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള മൂവ്മെന്റ് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള കൂടുപാത്രക്കാരെ ഇവിടുന്ന് കെട്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ശരി, താങ്ക് യു. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി. ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് കോമഡിയാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. മൊത്തത്തിൽ അത് കോമഡിയാണ്, കൂടോത്രമേ കോമഡിയാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അതിൽ പങ്കുകാരാണ് എന്ന അറിവുണ്ടാകുമ്പോൾ അത് ചർച്ചയ്ക്കെടുത്തു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇനി വാർത്താ മഴയാണ്. വിജയകുമാർ ചേരും. ഗുഡ് ബൈ.